10ാം ക്ലാസ് ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ SLC കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ പ്രീ ഡിഗ്രിക്ക് ഇപ്പോഴത്തെ പോലെ അല്ലേ, ഇപ്പം 12 കഴിഞ്ഞല്ലേ നമ്മൾ കോളേജിൽ പോകും. അപ്പോൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും അന്നത്തെ യുവാക്കൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരു നിർണായകമായ വർഷമാണ്. അപ്പോഴാണ് പലരും തീരുമാനം എടുക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പലരും ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം, വേറെ ചിലർ IAS ഇങ്ങനെ പോകണം. അപ്പോൾ ഈ രണ്ട് ഡോക്ടർ എഞ്ചിനീയർ ആവുന്നത് എനിക്ക് അന്ന് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അപ്പോൾ എല്ലാവരും പറയും ഒരു താല്പര്യമില്ലാത്ത ചിലർ രാഷ്ട്രീയത്തിൽ പോകുന്ന പറയാം. അപ്പോൾ രാഷ്ട്രീയത്തിലും വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എവിടെ വെച്ചോ എങ്ങനെയോ പറ്റിയതാണ് ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ള ഒരു എൻ്റെ മനസ്സിലിങ്ങനെ. അപ്പോൾ 10ാം ക്ലാസ് വെച്ച ശേഷം ഒരു ഗുണമുണ്ടായത്, 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് തീരുമാനമെടുത്തു ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3rd ഗ്രൂപ്പാണ് എടുത്തത്. എന്തുകൊണ്ടോ അങ്ങനെ 3rd ഗ്രൂപ്പ് എടുത്താൽ ജേർണലിസ്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ട് എക്കണോമിക്സും ഞാൻ എടുത്ത് മാർവേൻസിൽ എക്കണോമിക്സ് പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രിയും എക്കണോമിക്സ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം വിദ്യാർത്ഥിയായിരുന്നു. അവിടെ ജേർണലിസം ചെയ്തുകൊണ്ട് അപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൻ്റെ ജേർണലിസത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് വൈകുന്നേരം എനിക്ക് 4 മണിക്കോ 5 മണിക്കും കൊണ്ട് ക്ലാസ് തുടങ്ങിയിട്ട് 6:30-7 മണിയാകുമ്പോഴത്തേക്കും പകൽ മുഴുവൻ നമ്മൾ ഫ്രീ ആണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അധ്യാപകൻ, മാർവേൻസ് കോളേജിൽ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതി അത് ഈ നന്തങ്കോട് ഒരു പ്രസ്സിൽ അച്ചടിക്കാനായിട്ട് കൊടുത്തപ്പോൾ അത് പ്രൂഫ് വായിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാനവിടെ ചെന്ന്, അപ്പോൾ അവിടെയും ചെല്ലുമ്പോൾ അവിടെ ഒരു സായന പത്രം അച്ചടിക്കുന്നുണ്ട്, വേണാട് പത്രമാണ് അതിൻ്റെ പേര്. അപ്പോൾ അതെന്നും അടിക്കുന്ന പത്രമാണ്. അപ്പോൾ ഏറ്റവും ആ പ്രസ്സിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മുൻഗണന കൊടുക്കുന്ന അവർ ആ പത്രം അടിച്ച ശേഷം, കാര്യം പത്രം ഇന്ന സമയത്തിന് അടിക്കണമെന്നുണ്ടല്ലോ, അതടിച്ച ശേഷമേ ബാക്കി ഏത് ജോലിയും അവർ ചെയ്യുള്ളൂ. കാര്യം അത് അവർക്ക് ഡെയിലി കിട്ടുന്ന ജോബാണ്. അപ്പോൾ നമ്മൾ ഈ ഗൈഡ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ജോബാണ്. അപ്പം അവിടെയും നമ്മളവിടെ വെറുതെ ഇരുത്തുവരെ. അപ്പോൾ ഈ പത്രം അടിച്ചു കഴിഞ്ഞ ശേഷമുള്ള ചെറിയ സമയത്താണ് അവർ നമുക്ക് പ്രൂഫ് കറക്ഷൻസ്, നമ്മൾ പ്രൂഫ് വീട്ടിൽ കൊണ്ടുപോയി വായിക്കും. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കമ്പോസിറ്ററുടെ കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കണം. പക്ഷേ അത് ഈ പത്രം അടിച്ച് തീരും വരെ അവർ നമുക്ക് സമയം അനുവദിക്കില്ല. അപ്പോൾ അവിടെ ഞാനവിടെ രാവിലെ പോയിട്ട് അവിടെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് പ്രസ് ക്ലബ്ബിൽ പോകണം. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവിടെ ജനാർദ്ദൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അതിൻ്റെ അന്നത്തെ പത്രാധിപരും ഉടമസ്ഥനൊക്കെ. അപ്പോൾ ചില സമയങ്ങളിൽ ഈ അവർക്ക് അധികം റിപ്പോർട്ടേഴ്സ് അങ്ങനെ സായനപത്രം ചെറുത്. അപ്പം പെട്ടെന്ന് ഈ വാർത്തയ്ക്ക് അകത്തെ പേജിലൊക്കെ വാർത്തയ്ക്ക് ഷോർട്ടേജ് വരും, ചെറിയൊരു ഫില്ലറോ. അപ്പം ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്ന് തർജ്ജമ ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ഒരു ദിവസം എന്തോ ഭയങ്കര തിരക്ക്. അപ്പോൾ അവിടെ 2 പേരെ, ഒരു മോഹൻ ഒരു സജി, അവരായിരുന്നു അവിടുത്തെ സബ് എഡിറ്റേഴ്സും ഒക്കെ ആയിട്ട്, ഇപ്പോൾ റിപ്പോർട്ടറും എല്ലാം ആയിട്ട്. അപ്പോൾ അതിലാരും ഒരാൾ വന്നില്ല. അപ്പോൾ എന്തോ ഒരു പെട്ടെന്ന് പത്രം ഡെഡ് ലൈനും അടുത്തു. അപ്പം എൻ്റെ ചോദിച്ചതൊന്നും ട്രാൻസ്ലേറ്റ് തരാമെന്ന്, എന്തോ ഒരു വാർത്ത ഹിന്ദു പത്രത്തിൽ നിന്നാണെന്ന് മാത്രം ഓർമ്മയുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതങ്ങനെ കൊടുത്ത് അങ്ങനെ 1-2. അപ്പോൾ അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് സഹായം ചെയ്ത് അത് കഴിഞ്ഞ് ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു 1-1.5 മാസമായപ്പോഴേക്കും പണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ തലേ ദിവസം ഞാൻ സാറിൻ്റെ പിന്നെ നാളെ തൊട്ട് ഞാൻ വരിക, ഞാൻ എൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞു. അപ്പോൾ സാർ ചോദിച്ചു ഇവിടെ നിന്ന് എന്നെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ശമ്പളമൊന്നുമില്ല, നമ്മൾ പണി പഠിക്കാമെന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഫോർമലായിട്ട് ജോയിൻ ചെയ്തിട്ട് ഏറ്റവും വലിയ ഗുണമുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു പത്രത്തിൽ നമ്മളിപ്പോൾ ഒരു ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. പക്ഷേ നമുക്ക് വലുതായിട്ടൊന്നും കാര്യം ചെയ്യാം, പഠിക്കാനുള്ള ഇവിടെ ഇപ്പോൾ ഇവരുടെ അത് മാനവശേഷിയുടെ കുറവുകൊണ്ടായിരിക്കാം. ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ നിയമസഭ സമ്മേളനം തുടങ്ങി. അപ്പോൾ സാർ എന്നെ നോമിനേറ്റ് ചെയ്തു അവരുടെ കറസ്പോണ്ടൻ്റായിട്ട്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എനിക്ക് അവരുടെ ഇതെല്ലാം കിട്ടി. അപ്പോൾ അന്ന് നിയമസഭ രാവിലെ ചോദ്യോത്തരം 8:30 മണിക്ക് തുടങ്ങും. വളരെ വേഗം. അപ്പോൾ സീനിയർ ജേർണലിസ്റ്റിലൊക്കെ താമസിച്ചേ വരുള്ളൂ ചർച്ചയ്ക്ക്. ചോദ്യോത്തര വേളയിൽ ആരും വരാറില്ല. അപ്പോൾ ഞങ്ങളുടെ ഡെഡ് ലൈൻ ഉച്ചയ്ക്ക് നമുക്ക് 2 മണിക്ക് പത്രം ഇറക്കണം എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഉച്ചയ്ക്ക് അവസാനത്തെ സ്റ്റോറി ഫയൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചോദ്യോത്തര വേള അന്നോട്ടേ പോയി. അപ്പോൾ ഒരു ഗുണമുണ്ടായത് വളരെ വേഗത്തിൽ എഴുതുക എന്നുള്ള കാര്യം. സമയമില്ലാത്തോ നമ്മുടെ നിവൃത്തി കൊണ്ടുണ്ട്, നമുക്കതിന് ആളുമില്ലപ്പോൾ വളരെ വേഗത്തിൽ സ്റ്റോറി എഴുതണം എന്നുള്ളത് അതിന് ഏറ്റവും നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ സ്പീഡിൽ എഴുതാൻ പഠിച്ചത് അവിടെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ക്രോഡീകരിച്ച് എഴുതി ഇത്ര വാക്കുകൾക്കുള്ളിലാക്കണം. പിന്നെ പല സമയങ്ങളിൽ ഇപ്പോൾ സാറിന് അസുഖം വരുമോ അങ്ങനെയൊക്കെ വരുമ്പം ഞാൻ എഡിറ്റോറിയൽ പോലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പത്രം ചില സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വിതരണം ചെയ്യാനും ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. കാര്യം എല്ലാത്തിനും അല്ല, അത് മാത്രം അന്ന് ഈ ലെറ്റർ പ്രസ്സാണ്, ഈ ട്രെഡിൽ പ്രസ് എന്ന് പറഞ്ഞത്, ഈ കറക്കുന്ന പ്രസ്. പലപ്പോഴും ഉച്ചയാകുമ്പോഴേക്കും പെട്ടെന്ന് ചിലപ്പം പവർ കട്ട് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് പവർ കട്ട് അന്ന് ഉച്ചയ്ക്കാണ്, രാത്രി തുടങ്ങിയിട്ടില്ല, ഉച്ചയ്ക്ക് ആൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത്. പക്ഷേ ഞങ്ങൾ പച്ച അടിക്കാൻ അല്ലെങ്കിൽ അടിക്കുന്ന ഇടയ്ക്കായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് കോപ്പി അടിക്കാറുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ കൈകൊണ്ട് കറക്കാനും വേണമെങ്കിൽ വരും, പക്ഷേ പതുക്കെ സ്ലോ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ പ്രസ് കൈകൊണ്ട് കറക്കി എല്ലാ ജോലികളും അവിടെ പഠിച്ചത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പ്രസ് ക്ലബ്ബിലെ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ അന്ന് ഡൽഹിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവർ ടൈംസ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഒരു ടൈംസ് സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവർക്കൊരു കോഴ്സ്. അപ്പോൾ അവർ ഓരോ സ്റ്റേറ്റിൽ നിന്നും
രണ്ടോ മൂന്നോ പേരെ വെച്ച് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അങ്ങോട്ട് അതൊരു കോഴ്സാണ്, പക്ഷേ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട, നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് തരും. 500 രൂപയേ ഉള്ളൂ, പക്ഷേ അതൊരു വലിയ കാര്യമായിരുന്നു അന്ന്. അത് പ്രധാന കാര്യം അങ്ങോട്ട് നമ്മൾ ഫീസ് കൊടുക്കേണ്ടെന്നുള്ള പക്ഷേ അതിന് പ്രത്യേകപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ 5 വർഷം ഇവർക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ളൊരു ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേറെ ഒരിടത്തും ജോലി ചെയ്യാൻ പാടില്ല എന്നൊരു നമ്മളൊരു ബോണ്ട് എഴുതി കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അത് എഴുതി എനിക്ക് കിട്ടി ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയി, ദരിയാഗഞ്ച് എന്ന സ്ഥലത്ത് അവിടുത്തെ പഴയ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗിരിലാൽ ജെയിനൊക്കെ എഡിറ്ററായിരുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യ ഓഫീസ്, ഇപ്പോൾ ഒരു ബഹദൂർ സഫർ മാർഗാണ്. ഇത് ഓൾഡ് ഡൽഹി ദരിയാഗഞ്ച് ആ ബിൽഡിങ്ങിൽ ദാൽമിയ ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു ഈ കോഴ്സ്. അത് തോമസ് സുമൻ എന്ന് പറഞ്ഞ പ്രൊഫസർ തോമസ് മൂമൻ, അദ്ദേഹമാണ് പിന്നീട് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസവും അതിനുശേഷം മലയാള മനോരമ സ്കൂൾ ഓഫ് ജേർണലിസം കോട്ടയത്ത് തുടങ്ങി. അദ്ദേഹം അസോസിയേറ്റ് പ്രസ്സിൽ ജോലി ചെയ്തു സ്വാസിലൻഡിൽ. ഒരുപാട് വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെ കാർക്കശ്യമുള്ള, എന്നാൽ ഇത്രയും മനോഹരമായ ജേർണലിസം പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇതിനേക്കാൾ നല്ലൊരു ടീച്ചറെ കിട്ടുന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, തോമസ് ഉമ്മൻ എന്ന് പറയും. അപ്പം അവിടെ ഞാൻ ഈ ജേർണലിസം 91 ആയപ്പോഴേക്കും ജേർണലിസം പഠിച്ച് ഇറങ്ങിയപ്പോൾ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, അപ്പം ഓരോരുത്തർക്കും എന്നെ ട്രെയിനിയായിട്ട് ഒരു വർഷം ഇതിൻ്റെ കൂടെ ട്രെയിനിഷിപ്പ് ഉണ്ട്. അവരങ്ങനെ ബാംഗ്ലൂരാണ് എന്നെ അയച്ചത്. കാര്യം ഞാൻ സൗത്ത് ഇന്ത്യൻ, അന്ന് സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ ഇവർക്ക് എഡിഷൻ, ഹൈദരാബാദിലൊന്നുമില്ല. ടൈംസ് ഓഫ് ഇന്ത്യ എഡിഷൻ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാംഗ്ലൂർ പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ബാംഗ്ലൂർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു മാസം ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ടൈഫോയിഡ് പിടിച്ചു. അതുകൊണ്ടാണെന്ന് പിന്നെ 500 രൂപ ഉള്ള സ്റ്റൈപ്പൻഡ് വെച്ച് നമ്മൾ പുതിയൊരു സിറ്റിയിൽ പോയി താമസ സ്ഥലമോ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ട്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തുകൊണ്ട് മാനസികമായിട്ട് എനിക്ക് ബാംഗ്ലൂർ ഒട്ടും ഇഷ്ടം. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് ബാംഗ്ലൂർ അയക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമല്ല, വേറെ എവിടെയെങ്കിലും വേറെ എവിടെ വേണം പോകാം. അപ്പോൾ എനിക്ക് താല്പര്യം ജയ്പൂർ, കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലി കിട്ടില്ല, ജയ്പൂർ പോകാനായിരുന്നു താല്പര്യം. ജയ്പൂർ ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഡിഷനുണ്ട്. അപ്പോൾ പക്ഷേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ജയ്പൂർ പോകേണ്ട കാര്യം, ജയ്പൂർ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക്. കാര്യം ജയ്പൂരിൽ പ്രശ്നം, നമ്മൾ തിരുവനന്തപുരം എറണാകുളം പോലെയാണ്, 4 മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ വ്യത്യാസം. അപ്പം ജയ്പൂരിലുള്ള പലരും ടൈംസ് ഓഫ് ഇന്ത്യ ഡൽഹി എഡിഷൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അന്നൊരു ഇത് എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്തും സംഭവിക്കുക. അതായത് ജയ്പൂരിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജയ്പൂർ എഡിഷനെക്കാട്ടി സർക്കുലേഷൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി എഡിഷനായിരുന്നു. ഈ കാനിബാളിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് പിന്നീട് ഒരിടത്തും ഉണ്ടായിട്ടില്ല. പിന്നീട് അതിനുശേഷം അവർ എനിക്കോട് എഡിഷൻ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ താമസിപ്പിച്ചു, അല്ലെങ്കിൽ ആ ലോക്കൽ എഡിഷൻ നശിക്കുന്നുള്ളതിൽ കാര്യം കൂടുതൽ ആളുകളും അതേ പത്രം തന്നെ, പക്ഷേ വേറെ എഡിഷനാണ് അവർ അവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകണ്ടെന്നൊക്കെ പലരും. എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ ബാംഗ്ലൂർ പോകില്ല എന്ന് തീരുമാനിച്ചു. ആ സമയത്താണ് അപ്പോൾ അവരെടുത്തതല്ല നിങ്ങൾ ബാംഗ്ലൂർ തന്നെ പോകണം. അപ്പോൾ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് അന്ന് വിനോദ് മേത്ത പൈനിയർ എന്ന് പറഞ്ഞ പത്രം, റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ പത്രം റീലോഞ്ച് ചെയ്യുകയാണ്. അത് കുറേ നാൾ അടഞ്ഞു കിടന്നു. അപ്പോൾ ഡൽഹിയിൽ ഓഫീസൊന്നും എടുത്തിട്ടില്ല അവർ, പിന്നെയാണ്. അപ്പോൾ വിനോദ് മേത്ത കൊണാട്ട് പ്ലേസിൽ ഒരു ഓഫീസ് റൂം എടുത്ത്, അപ്പം ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹം ജേർണലിസ്റ്റിലെ കാണുന്നുണ്ട്, അവരുടെ റിക്രൂട്ട്മെൻറ്റൊക്കെ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ പോയി ഞാൻ കണ്ട്, അദ്ദേഹം എൻ്റെ ലക്നൗവിലോട്ട് പോകാൻ പറഞ്ഞു. അവിടെ ഒരു സുനിൽ സക്സേന എന്ന് പറഞ്ഞ് അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അദ്ദേഹത്തെ കണ്ട്, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്പോൾ അദ്ദേഹം എഡിഷൻ്റെ വർക്ക് അവിടെ അന്ന് അവർ തുടങ്ങിയത് ആദ്യം ലക്നൗ എഡിഷൻ റിവൈവ് ചെയ്ത ശേഷം ഡൽഹി എഡിഷൻ ലോഞ്ച് ചെയ്യാന്നുള്ള. റുഡിയാർഡ് കിപ്ലിങ് ലക്നൗവിലാണ്, ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പത്രങ്ങൾ ഒരെണ്ണമാണ് പൈനിയർ. അത് പിന്നീടാണത് BJP സപ്പോർട്ടറും ആയി മാറിയ പത്രം. അന്നങ്ങനെ അല്ലായിരുന്നു വിനോദ് മേത്ത ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അതിലിങ്ങനെ ഇപ്പോൾ ലക്നൗവിലാണ് തുടങ്ങുന്നത്. ലക്നൗവിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഓപ്പണിംഗ് കാണും, ഡൽഹിയിൽ സമയം എടുക്കും ലോഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയിക്കാമെന്ന് പറയും. ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഇരുന്ന് പെട്ടെന്നൊരു അപ്പോൾ ഇത് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്നവർ പറയുന്നുണ്ട് നിങ്ങൾ ഉടനെ തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അവർ വേറെ ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് കൽക്കട്ട എക്കണോമിക് ടൈംസിൽ, കൽക്കട്ട എന്ന ടൈംസ് ഓഫ് ഇന്ത്യ ഇല്ല, എക്കണോമിക് ടൈംസേ ഉള്ളൂ. എക്കണോമിക് ടൈംസിൽ ബാംഗ്ലൂർ എൻ്റെ അടുത്ത് എക്കണോമിക് ടൈംസിലാണ് പോകാൻ പറഞ്ഞത്. അപ്പം ഞാൻ കാര്യം എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അവർ ശരിക്കും ബിസിനസ് ജേർണലിസ്റ്റിന് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല. പക്ഷേ അന്നങ്ങനെ ഒരു ഇതിൽ പെട്ടെന്ന് ഈ കൽക്കട്ടയിൽ പോകാൻ സുനിൽ ദാസ് ഗുപ്ത എന്ന് പറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റ്, അയാൾക്ക് പെട്ടെന്ന് അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഓപ്പണിംഗ് വന്നു, അപ്പോൾ ഇത് റിസർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ഇതിനകത്തൊരു ബോണ്ട്, നമ്മൾ 5 വർഷം അവർക്ക് ജോലി ചെയ്യണമെന്നുണ്ട്. പക്ഷേ അയാൾ സക്സസ്ഫുള്ളായിട്ട് അവരോട്ട് വാദിച്ചു അത് അയാൾ ജോലിക്കല്ല പോകുന്നത്, പഠിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ദേ ഹാഡ് ടു ഫ്രീ ഹിം. അപ്പോൾ പെട്ടെന്ന് ഇവിടെ കൽക്കട്ടയിൽ ഒരു ഒഴിവ് വന്നു എക്കണോമിക് ടൈംസ്. അല്ല മാത്രമല്ല, കൽക്കട്ട എക്കണോമിക് ടൈംസിൽ അന്നത്തെ റെസിഡൻ്റ് എഡിറ്റർ അനന്ത് പി രാമൻ എന്ന് പറഞ്ഞ വളരെ ചെറുപ്പക്കാരനും വളരെ പ്രഗത്ഭനായ ഒരു എഡിറ്റർ, വളരെ ടൈംസ് ഗ്രൂപ്പിനകത്ത് തന്നെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾ. അപ്പോൾ അവിടെ ഒഴിവ് വന്നപ്പം ആ സമയത്താണ് നമ്മുടെ അന്ന് ജനറൽ ഇലക്ഷൻ 1991 സമ്മറിൽ വേനൽക്കാലത്തുള്ള ജനറൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരാളെ കിട്ടിയോ ഒരു ട്രെയിനി എന്തായാലും അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വാശി പിടിച്ച കാരണം അവർക്ക് അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കൽക്കട്ട പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ബാംഗ്ലൂർ പോലെ വേറെ എവിടെ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൽക്കട്ടയിൽ എത്തുന്നത്. ഞാൻ എത്തി ഒരാഴ്ച കഴിഞ്ഞാണ് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ നടക്കുന്നത്.
അങ്ങനെ കൽക്കട്ടയിൽ ഞാൻ എക്കണോമിക് ടൈംസിൽ ജോലി ചെയ്തു. എക്കണോമിക് ടൈംസിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അന്ന് ഇന്ത്യ ടുഡേയിൽ ബിനു ജോൺ എന്ന് പറഞ്ഞ അന്ന് ഡെസ്കിൽ വളരെ പ്രഗത്ഭനായ ഒരു ചീഫ് സബ് എഡിറ്റർ, മലയാളിയാണ്. ബിനുവിനെ ഞാൻ ഇന്ത്യ ടുഡേയിൽ പണ്ട് ഡൽഹിയിൽ പഠിക്കാൻ ചെന്നപ്പോൾ പോയി കണ്ടിട്ട് ജോലി ഇന്ത്യ ടുഡേയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ഇത് ദ്വൈകാരികയാണ്. അപ്പോൾ നമ്മുടെ വലിയ ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയിൽ പറ്റുന്ന അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യാന്ന് പറയുക, അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ ജോലി ചെയ്യാന്നുള്ളൊരു വലിയൊരു അപ്പോൾ ഞാൻ ബിനുവിനെ വല്ലപ്പോഴൊക്കെ പോയി കാണുമായിരുന്നു ഇങ്ങനെ. അതിനുശേഷം ഒന്നും നടന്നില്ല. അപ്പം പിന്നെ ഇവർ കൽക്കട്ടയിൽ ഞാൻ കൽക്കട്ടയിൽ പോയി. കൽക്കട്ട പോകുന്നതിന് മുമ്പ് ഞാൻ ബിനുവിൻ്റെ അടുത്ത് പോയി, ഞാൻ കൽക്കട്ടയിൽ പോകുന്നുണ്ട്. അപ്പോൾ ബിനുവിൻ്റെ ഒരു റിലേറ്റീവ് CP കുരുവിള എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൽക്കട്ടയിൽ ബിസിനസ് സ്റ്റാൻഡേർഡ്, ആനന്ദബസപത്രിക ഗ്രൂപ്പിൻ്റെ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ ഈ എക്കണോമിക് ടൈംസിൽ ജോലി ചെയ്ത്, അപ്പോൾ അനന്തപുരാമനുണ്ട്. അനന്തപുരാമൻ എന്നെ പഠിപ്പിച്ചത് പല കാര്യങ്ങളും റെസിഡൻറ്റ്. അദ്ദേഹവും വളരെ കാർക്കശ്യമുള്ള ആളായിരുന്നെങ്കിലും പഠിക്കാൻ നമുക്ക് പറ്റിയ കാര്യം എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഉദാരമായിട്ടാണ് നമ്മൾ ഒന്നും പഠിക്കില്ല. അത് ഇത്ര സമയത്തിനോട് ഇത്ര കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇങ്ങനെയും ചെയ്യാവൂ എന്നൊക്കെ ഉള്ള വളരെ നിർബന്ധ ബുദ്ധിയുള്ള എഡിറ്റർ. അങ്ങനെയുള്ള എഡിറ്റേഴ്സ് വളരെ അക്കാലത്ത് ഒരുപാടുണ്ട്. ഇപ്പോൾ അത് വളരെ അപൂർവമാണ്, ചീഫ് സബ് എഡിറ്റേഴ്സ്. അക്കാലത്ത് നമുക്ക് അവരുടെ ദേഷ്യവും അവരെ ചെയ്ത് കളിക്കുകയൊക്കെ അവരുടെ പിറകിൽ നമ്മൾ അവരെ കുറിച്ച് നുണ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. കാര്യം അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്പീഡെന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമാണ് ഇതിനകത്ത്. പലപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ ഒരു മാഗസിൻ ജേർണലിസ്റ്റിനുള്ള ന്യൂസ് പേപ്പറിൽ ഡെഡ് ലൈൻ ഡ്രിവൺ, അതുകൊണ്ട് പലർക്കും സ്ട്രെസ്സ് വന്ന് കോപ്പി ചെയ്യാൻ പറ്റാതെ പല നിരാശ ഉണ്ടാവുകയോ മറ്റല്ലെങ്കിൽ ഈ ഡ്രഗ്സിലോ മദ്യപാനത്തിലൊക്കെ അടിമേണ്ട പ്രധാന കാരണം ഈ സ്ട്രെസ് കൊണ്ട് കോപ്പി ചെയ്യാൻ പറ്റുന്നുള്ള. പക്ഷേ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇത്ര ഇതായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു യഥാർത്ഥത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആശ്വാസം കിട്ടും ശരിക്കും. അപ്പോൾ അനന്ത് പി രാമൻ ആ സമയത്ത് ബിസിനസ് ടുഡേ എന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേ ഒരു ബിസിനസ് മാഗസിൻ തുടങ്ങി ഡൽഹിയിൽ എഡിറ്ററായിട്ട് പോയി. അപ്പോൾ അദ്ദേഹം എക്കണോമിക് ടൈംസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് നിൽക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ സമയത്താണ് TN നൈനാൻ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ മോഡേൺ ബിസിനസ് ജേർണലിസം, ഇന്ത്യയുടെ ഫാദർ ഓഫ് മോഡേൺ ബിസിനസ് ജേർണലിസം പറയാം, പിതാവെന്ന് പറയാം. അദ്ദേഹമാണ് പൈനിയർ ചെയ്ത ബിസിനസ് ജേർണലിസം. അദ്ദേഹം എക്കണോമിക് ടൈംസിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ, നിറം മാറ്റുക, അതിൽ അദ്ദേഹം നേരിട്ട് ചെയ്തതല്ല, സമീർ ജെയിൻ എന്ന് പറഞ്ഞാൽ മുതലാളി ചെയ്തത്. പക്ഷേ അദ്ദേഹം TN നൈനാൻ ഇതുപോലെ എഡിറ്റിങ്ങിനും എഴുത്തിൻ്റെ കാര്യത്തിലുള്ള വളരെ നിർബന്ധമായി ഒരു ഹെഡ്ലൈൻ എങ്ങനെയായിരിക്കണം, ഹെഡ്ലൈൻ്റെ പോയിൻറ്റ്സ്, ഇതൊന്നും ഇപ്പോൾ എത്ര എഡിറ്റേഴ്സിന് അതൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് തന്നെ എനിക്കറിയില്ല. അന്ന് അക്കാലത്ത് എഡിറ്റേഴ്സിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. പോയിൻറ്റ്സസ് എന്തായിരിക്കണം ഹെഡ്ലൈൻ്റെ ഷേപ്പ്, ഇങ്ങനെ കാര്യം ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് വളരെ ഇപ്പോഴുള്ള എഡിറ്റേഴ്സിനും അറിയാമായിരിക്കും. പക്ഷേ പലരും ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികൾ ഇപ്പോൾ പ്രകടിപ്പിക്കാറില്ല. അവർക്ക് എന്തെങ്കിലും പത്രം സമയത്ത് ഇറക്കുക. ഈ നൈനാൻ ഇപ്പോൾ ഉള്ളവരുടെ പ്രത്യേകത അവർ വളരെ അവർക്ക് നിർബന്ധം ഈ ചില സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫ്ലയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ജേർണലിസ്റ്റ്, അതായത് വളരെ കട്ടി കുറഞ്ഞ തലക്കെട്ട് വാർത്തകൾ പേജിൻ്റെ മുകളിൽ, പ്രധാന വാർത്തയ്ക്ക് മുകളിൽ വളരെ അപൂർവമായ സംഭവിക്കുന്ന വാർത്തകളിലും വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ നമ്മൾ ഫ്ലയർ എന്ന് പറയും. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് എക്സ്പെരിമെൻ്റ് ചെയ്ത നൈനാനാണ്. അപ്പോൾ ഈ ഫ്ലയറിൻ്റെ ഒരു പ്രത്യേകത ഈ 36 പോയിൻറ്റ്സിൽ കൂടുതൽ ഹെഡ്ലൈൻ കൂടാനും പാടില്ല. അതിൻ്റെ തിക്നെസ് ഇൻക്ലൂഡിങ് ഹെഡ്ലൈൻ, അതിൻ്റെ ഹൈറ്റ്, ആ സ്റ്റോറിയുടെ ഹൈറ്റ് 10 സെൻറ്റിമീറ്ററിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇത് റിപ്പോർട്ടേഴ്സിന് വലിയൊരു ചലഞ്ചാണ്. ഇതിനകത്ത് കൊള്ളണം. അപ്പോൾ ഏകദേശം ഒരു 450 വാക്കിൽ കൂടുതൽ സ്റ്റോറി എഴുതാൻ പറ്റില്ല. അത് കണ്ടിന്യൂഷനും പാടില്ല എന്നുള്ള ഫ്ലയറിൻ്റെ ഒരു പ്രത്യേകത ആയിരുന്നു. കാരണം ആ ചെറുപ്പക്കാരെയും മറ്റുള്ളവരെ അധികം വായനയിൽ, എന്നാൽ വാർത്ത അത്ര അട്രാക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഈ നൈനാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമായിരുന്നു. ഇത് ഇങ്ങനെയുള്ള എഡിറ്റേഴ്സൊന്നും ഇപ്പോൾ ഇല്ല. സ്കെയിൽ വെച്ച് 10.5 ആകണമെങ്കിൽ ഡമ്മി വീണ്ടും വരയ്ക്കാൻ പറയും, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഈ സമയത്ത് അനന്ത് പി രാമൻ ഇങ്ങനെയുള്ള അനന്തൊക്കെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഉയർത്ത നൈനാൻ എക്കണോമിക് ടൈംസ് വിടുക, അതൊന്ന് ഭയങ്കര വാർത്തയായിരുന്നു. നൈനാൻ എക്കണോമിക് ടൈംസ് വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ KR ചുമാർ മനോരമ വിടുന്നു എന്നൊക്കെ പറയും പോലെ ഒരു ഭയങ്കര ജേർണലിസ്റ്റിനകത്ത്. അന്ന് ഇന്നത്തെ പോലെ അല്ല, പത്രങ്ങളെക്കുറിച്ച് വാർത്തകളൊന്നും പത്രങ്ങൾ പോലും എഴുതാറില്ല. മാധ്യമങ്ങളെക്കുറിച്ച് വാർത്തകൾ ഈ പ്രസ് ക്ലബിലും അങ്ങനെയുള്ളത്. അപ്പോൾ നൈനാൻ ഇങ്ങനെ പോകുന്നു, എക്കണോമിക് ടൈംസ് വിടുന്നു എന്ന്. അപ്പോൾ പിന്നെ എനിക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം എന്നെ ഈ ബിനു ഫോൺ ചെയ്തു ഡൽഹിയിൽ നിന്ന്. അന്ന് സൈലൻറ്റ് ഫോണൊന്നുമില്ല. അതുപോലെ ഇങ്ങനെ അനന്തപത്രികയിൽ എൻ്റെ റിലേറ്റീവ് ഉണ്ട് CP കുരുവിള. അപ്പോൾ എനിക്ക് കുരുവിള കേട്ടിട്ടേ ഇല്ല. ഞാൻ ഒന്ന് പോയി കാണാൻ പറഞ്ഞു ഒരു ദിവസം. അങ്ങനെ ഞാൻ ഒരു ദിവസം കുരുവിളയെ പോയി കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കുരുവിള ആളെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൻ്റെ, ഞാൻ ഈ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന പത്രമൊന്നും കാണാറുണ്ട്. അപ്പോൾ അന്ന് ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു പ്രത്യേകത എക്കണോമിക് ടൈംസ് വളരെ സീരിയസ് ജേർണലിസമാണ്. നൈനാൻ സീരിയസ് ജേർണലിസ്റ്റ്. ബിസിനസ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ സ്റ്റാർഡസ്റ്റ് ഓഫ് ബിസിനസ് എന്ന് പറയും, ഫിലിം മാഗസിൻ്റെ സ്റ്റൈലിനോട് ബിസിനസ് വാർത്ത ചെയ്യുന്ന രത്തൻ ടാറ്റ മറ്റേ നൊസ്ലിവാദി ഇത് ചെയ്തു, ഇങ്ങനെ കുറച്ച് ഗോസിപ്പും കുറച്ച് റേസി ലാംഗ്വേജും. അപ്പോൾ ചെറുപ്പക്കാരെ നമുക്കൊക്കെ അത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ
അന്ന് ഇതൊക്കെ ആര് ചെയ്യുന്നതെന്നല്ല. അപ്പം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഈ പോലെ വളരെ പ്രത്യേകതയുള്ള ഹെഡ്ലൈൻസ് ഇതൊക്കെ അവർ വരും. അപ്പോൾ ഞാനത് വിചാരിച്ചിരുന്നത് അവിടുത്തെ ഡെസ്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് ഈ CP കുരുവിള എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ് ബോംബെയിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ അവിടെ നിന്ന് അവിക് സർക്കാർ ബിസിനസ് സ്റ്റാൻഡേർഡ് വിപുലീകരിച്ചപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് കൽക്കട്ട വന്ന അങ്ങനെ അത് ബിനുവിൻ്റെ റിലേറ്റീവാണ്. അപ്പം കുരുവിള അപ്പോൾ അന്ന് ആ അനന്ത് ബസാർ ഓഫീസിന് അതൊരു വലിയൊരു വെളുത്ത നമ്മുടെ മനോരമ ഓഫീസിൽ ഒരു ഭയങ്കര കെട്ടിടമാണ് അവിടെ. അത് കൽക്കട്ടയിൽ അന്ന് അവർ പറയും കൽക്കട്ടയിൽ 2 സർക്കാർ, അന്ന് ഇടതുപക്ഷ സർക്കാരും അവിക് സർക്കാർ എന്ന് പറയും. അവിക് സർക്കാരിന് ഇതിൻ്റെ ഉടമസ്ഥൻ, അങ്ങനെ 2 സർക്കാർ ബംഗാളിലുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകത, അപ്പോൾ ഞാൻ ഈ എക്കണോമിക് ടൈംസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് എക്കണോമിക് പത്രമാണ്. എക്കണോമിക് പത്രത്തിൽ മറ്റ് പത്രത്തിൻ്റെ പോലുള്ള അതൊരു പ്രത്യേക ഗ്രൂപ്പിനല്ലേ വേണ്ടത് നമ്മൾ. അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് കൽക്കട്ടയിലൊന്നുമല്ല, ടൈംസ് ഓഫ് ഒരു ചെറിയൊരു ഗ്രൂപ്പാണ്. അതേസമയം ഇത് അവിടുത്തെ ഗ്രൂപ്പാണ്, ലോക്കൽ വലിയ ഗ്രൂപ്പ്. ആനന്ദ് ബസാർ പത്രിക എന്ന അവിടുത്തെ പത്രം, മനോരമ പോലത്തെ വലിയൊരു പത്രം. അപ്പോൾ നമ്മൾ ആ ചെല്ലുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് കൾച്ചറാണ്. വലിയ ഓഫീസും അങ്ങനെ ചുമ്മാ കയറിപ്പോയി. എക്കണോമിക് ടൈംസ് നമ്മളൊരു കുടുംബം പോലെ അത് എപ്പോൾ വേണം കയറിപ്പോയി. എപ്പോൾ ഇവിടെ അങ്ങനെയല്ല, താഴെ ഇരിക്കണം, നമ്മളവിടെ വിളിച്ച് പറയുക അവർ. അങ്ങനെ അവർ ചെന്നപ്പോൾ കുരുവിളയും കണ്ടു. കുരുവിളെ കണ്ടപ്പം കുരുവിളൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ബിനു പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ പിന്നെ അപ്പോൾ പറഞ്ഞു ഞങ്ങളോട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനവിടെ എക്കണോമിക് ടൈംസിൽ എനിക്കിങ്ങനെ വലിയ താല്പര്യമൊന്നും, ഞാൻ അവിടെ നിന്നോളാം. അപ്പോൾ അങ്ങനെ അല്ല നിങ്ങളുടെ നൈനാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കേട്ട് സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഹീസ് ഓൾറെഡി ഓൺ പേറോൾ. നൈനാൻ ഫോർമലായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു, അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഉടനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നൈനാൻ വരികയാണെങ്കിൽ എനിക്കും ശരി അപ്പം അപ്പോൾ എന്ന് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു എന്ത് ജോയിൻ ചെയ്യുന്നത്, എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്ന് ജോയിൻ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ അതൊരു 16-17 കണ്ടത്. അപ്പോൾ അടുത്ത ജൂൺ മാസം, ഇത് മെയ് മാസമായിരുന്നു. അപ്പോൾ എൻ്റെ ജൂൺ 1 തൊട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ശരി, ഞാൻ ഇത് വളരെ ഭയങ്കര പേഴ്സണാലിറ്റിയാണ്, നമുക്ക് മുഖത്തൊക്കെ ഒന്നും പറയാൻ തോന്നില്ല. ഞാൻ എസ് എന്നും പറയും, നോ എന്നും പറയും, ആലോചിക്കുന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവിടെ തരും. ഞാൻ തിരിച്ചു വന്ന് ബിനുവിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ബിനു അങ്ങനെ ഇപ്പോൾ ഞാൻ വെറുതെ പോയി കാണാൻ പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 1 തൊട്ട് അടുത്ത 15 ദിവസം കൊണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ശമ്പളം എത്രയാണെന്ന് അറിഞ്ഞൂടെ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് രാജിവെക്കാൻ കൊടുക്കുക, അതുമില്ല ഇതുമില്ല ആവില്ല. ബിനു നല്ല കുരുവിള പറയുകയാണെങ്കിൽ പിന്നെ അതിനപ്പുറം മറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇന്ന് തന്നെ രാജിവെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ ചെറുപ്പമല്ലേ, വേറെ ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ അന്ന് തന്നെ എക്കണോമിക് ടൈംസിൽ നിന്ന് എനിക്ക് വേറെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. ശമ്പളം എത്രയാണെന്ന് പോലും അറിയണം, പുതിയ ശമ്പളം എന്താണ്. ഞാൻ അന്ന് തന്നെ രാജിവെച്ചിട്ട് 1 തീയതി ജൂൺ 1 തീയതി ഇവിടെ ചെന്നപ്പോൾ കുരുവിള എന്നെ അടുത്ത് കൊണ്ടുപോയി അവിടുത്തെ ന്യൂസ് എഡിറ്റേഴ്സൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞാണ് എന്നെ അവിടുത്തെ അന്ന് അവർ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയും, അന്ന് പേഴ്സണൽ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വിളിച്ച് അവർ ശമ്പളത്തിൻ്റെ കാര്യങ്ങളും ഇവർ തരുന്നതിലും ഒരുപാട് കൂടുതൽ പൈസയും എനിക്ക് ഒരു ഡെസിഗ്നേഷൻ, ഞാൻ ട്രെയിനി ആയിരുന്നു സബ് എഡിറ്ററായിട്ട് ഇതും തന്ന്. അന്ന് തുടങ്ങിയാണ് എൻ്റെ അനന്ത് ബസാറുമായിട്ടുള്ള എൻ്റെ 1991 തുടങ്ങിയാണ്. പിന്നെ അത് ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ ഒരു വർഷം ഇന്ത്യ ടുഡേ തന്നെ ഞാൻ ഡൽഹി ബിസിനസ് സ്റ്റാൻഡേർഡിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ 91-93 വരെ കൽക്കട്ട ബിസിനസ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് ആദ്യമായിട്ട് കൽക്കട്ടയ്ക്ക് പുറത്തൊരു എഡിഷൻ, അങ്ങനെ ഡൽഹി എഡിഷൻ തുടങ്ങിയപ്പം ഞാനും അവിടെ ഡെസ്കിൽ 94 അവിടെ എത്തി. അത് കഴിഞ്ഞ് 94 തൊട്ട് 96 വരെ ഞാൻ ഇന്ത്യ ടുഡേ, അവരെന്നെ ഡൽഹിയിലായപ്പോൾ അവർ വിളിച്ചു അവരുടെ ബിസിനസ് സെക്ഷനിൽ. അപ്പോൾ അന്നും അവർ ദ്വൈകാരികയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പണ്ടിങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കുരുവിളത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ അവിടെ പറഞ്ഞു ഞാൻ താല്പര്യമാണെങ്കിൽ പോയിട്ട് ഒരു പക്ഷേ എപ്പോൾ വേണമെങ്കിൽ തിരിച്ച് വരണമെങ്കിൽ തിരിച്ച് വരാം എന്നുള്ളതിൻ്റെ ഇതിൽ ഞാൻ നൈനാനെയും കണ്ടായിരുന്നു. ഞാനന്ന് വളരെ ജൂനിയറായിരുന്നു അവിടെ. പക്ഷേ നൈനാനെ അത്ര പരിചയമില്ല. ഞാൻ നൈനാൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അറിയാതെ നമ്മൾ ഈ ഏകലവ്യം പഠിച്ച പോലെ അവർ പറയുന്ന ദൂരെ നോക്കി നിന്നാണ് പഠിച്ചാൽ, അതായത് നേരിട്ട് അങ്ങനെ അത്ര പരിചയമില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ നൈനാനും പറഞ്ഞു എന്തെങ്കിലും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമോ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാര്യം അവർക്ക് അന്നേ അറിയായിരുന്നു എനിക്ക് മാഗസിൻ ജേർണലിസ്റ്റിൽ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മാഗസീനിൽ ജോയിൻ ചെയ്തു. ഒരു 2 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റി. കാര്യം ഒന്നാമത് ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ മാഗസിനാണ്, അതിനകത്ത് ബിസിനസ് സെക്ഷനിലാണ് എൻ്റെ ജോലി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള 2.5 പേജാണുള്ളത്. ഈ 2.5 പേജ് 14 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൂടി ജോലി കഴിയും. പിന്നെ 10 ദിവസം ചുമ്മാ ഇരിക്കുക, വേറെ പണിയൊന്നുമില്ല. അവിടെ ഇരുന്ന് ഐസ്ക്രീം തിന്നുകയും മറ്റ് അവിടേക്കുള്ള അടുത്തുള്ള അപ്പോൾ എന്നും ഇത്ര ദിവസം മണിക്കൂർ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അവരെ ബില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഓഫീസിൽ കുത്തി ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നേരത്തെ വീട്ടിൽ പോകുകയാണെങ്കിൽ ഈ ഫ്രീ ഭക്ഷണം കിട്ടില്ല, അതുകൊണ്ട് അവിടെ കുത്തിയിരിക്കുന്ന വല്ലാത്തൊരു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കിത് പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ ബോംബെയിൽ ബിസിനസ് സ്റ്റാൻഡേർഡ് ബോംബെയിൽ എഡിഷൻ തുടങ്ങുന്നുണ്ട്. അപ്പം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ അന്ന് ആർ ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദിയുടെ വലിയ അടുത്ത ആളാണ്, സ്വരാജ്യയുടെ എഡിറ്ററൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അന്ന്
അവിടുത്തെ റെസിഡൻറ്റ് എഡിറ്ററായിട്ട്. അപ്പോൾ അവർക്കൊരു ഡെസ്കിൽ ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ നിന്ന് ഞാൻ തിരിച്ച് വിസിറ്റാൻ ജോയിൻ ചെയ്ത് ബോംബെയിൽ. പക്ഷേ ബോംബെയിൽ കഴിഞ്ഞ് ചെന്നതിന് ശേഷം ഓരോരോ കാര്യങ്ങളുണ്ട്. ആ എഡിഷൻ ലോഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഒരു ജോലിയില്ലാതെ ചുമ്മാ ഇരുന്നു അവിടെ. ശമ്പളം വാങ്ങിച്ച് വൈകുന്നേരം പ്രസ് ക്ലബ്ബിൽ പോയി കള്ള് കുടിക്കുക, ഇങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. കാര്യം എഡിഷൻ ഡെസ്കിലുള്ള റിപ്പോർട്ടിങ്ങിന് അവർക്ക് ജോലിയാണ്, കാര്യം മറ്റ് എഡിഷന് വേണ്ടി. പക്ഷേ ഞാൻ ഡെസ്കിലായതുകൊണ്ട് ഒരു ലോക്കൽ എഡിഷനിലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വല്ലപ്പോഴും നമുക്ക് വല്ല കോംപ്ലിക്കേറ്റഡ് വല്ല ഫീച്ചർ സ്റ്റോറി എഡിറ്റ് ചെയ്യുകയോ അങ്ങനെ ആഴ്ച ഒരിക്കൽ ഒരെണ്ണോട്ടം കിട്ടിയാൽ അത് ജോലിയൊന്നുമില്ല എന്നുള്ളതിൽ. പിന്നെയാണ് മനസ്സിലായത് അത് അന്ന് ഈ ബിസിനസ് സ്റ്റാൻഡേർഡ് ബോംബെയിൽ തുടങ്ങാനിരുന്നത് ഫിനാൻഷ്യൽ ടൈംസ് എന്ന് പറഞ്ഞ ലണ്ടനിലെ ഒരു വലിയൊരു ബിസിനസ് പത്രം ഇപ്പോഴും ഉണ്ടത്, ഇപ്പോഴും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ആ പത്രം ഇന്ത്യയിൽ ശരിക്ക് ഇന്ത്യൻ എഡിഷൻ തുടങ്ങുകയും ബിസിനസ് സ്റ്റാൻഡേർഡിനെ ഫിനാൻഷ്യൽ ടൈംസുമായിട്ട് മെർജ് ചെയ്ത് അവരുടെ ഇതായിട്ട്. പക്ഷേ അത് നരസിംഹറാവുവിൻ്റെ ക്യാബിനറ്റ് അത് അനുമതി നൽകിയില്ല അതിന്. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അന്ന് പക്ഷേ അറിയില്ലായിരുന്നു ഇതിങ്ങനെ നീണ്ടു പോയത്. ക്യാബിനറ്റ് അനുമതി നൽകാതെ ഇതൊരു ക്യാബിനറ്റ് അർജുൻ സിംഗിനായിരുന്നു അദ്ദേഹത്തിന് അതിന് അന്ന് ഈ കോൺഗ്രസിനകത്ത് തന്നെ ഒരു മൻമോഹൻ സിംഗ് റിഫോംസ് എല്ലാം കഴിഞ്ഞ ശേഷം കോൺഗ്രസിനകത്ത് തന്നെ ഒരു സ്വദേശി ചേരിയും മറ്റ് ലിബറലൈസേഷൻ തമ്മിലുള്ള ഒരു ഗ്ലോബലൈസേഷനും സ്വദേശിയും തമ്മിലുള്ള ഒരു ഐഡിയോളജിക്കൽ സംഘടന. അപ്പോൾ അർജുൻ സിംഗ് ആയിരുന്നു സ്വദേശി ഇതില്ല. അപ്പോൾ അദ്ദേഹം ഫോറിൻ ന്യൂസ് പേപ്പറിന് ഇന്ത്യയിൽ സമ്മതിക്കില്ല എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് കൽക്കട്ട ടെലിഗ്രാഫി എന്ന്, അതായത് എൻ്റെ മുതലാളി, ഇത് ഞങ്ങൾ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ഉടമസ്ഥനും ടെലിഗ്രാഫിൻ്റെ ഉടമസ്ഥ ഒരേ ആളിലാണ്, ആനന്ദബസ പത്രിക, ഈ ആവിക് സർക്കാർ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആ സമയത്താണ്. എന്നെ ഒരു ദിവസം ബോംബെ വെച്ച് കണ്ടപ്പോൾ വന്ന് കാണാൻ ചേർന്നു. പറഞ്ഞു ഇങ്ങനെ കൽക്കട്ട ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു എനിക്ക് കൽക്കട്ട അന്ന് ആദ്യം വെച്ചത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം തിരിച്ചു വരാൻ താല്പര്യം. ഞാനിവിടെ എന്ത് ചെയ്യാൻ, എനിക്കിവിടെ ബിസിനസ് സ്റ്റാൻഡേർഡ് ഇപ്പം ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലോട്ട് മിക്കവാറും ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ബോംബെയിലും പുതിയ തുടങ്ങുകയാണ്. അങ്ങനെയല്ല, അതിനല്ല ടെലിഗ്രാഫ്. ഞാൻ ടെലിഗ്രാഫിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പത്രമാണ്. ഞാൻ പ്രസ് ക്ലബ്ബിൽ പഠിച്ച സമയത്ത് അന്ന് പ്രസ് ക്ലബ്ബിൽ നമുക്ക് അവസാനത്തെ മാസം ഒരു തീസിസ് ചെയ്യണം, ഏതെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഞാൻ പ്രസ് ക്ലബ്ബിൽ അന്ന് എനിക്ക് അറിയില്ല കാര്യം. കാരണം അന്ന് ഈ ടെലിഗ്രാഫ് ഇവിടെ വരുന്ന ഒരു ദിവസം കഴിഞ്ഞടുത്ത് ആ മോഡേൺ ബുക്ക് ഹൗസിൽ വരുമായിരുന്നു സ്റ്റാച്ചു. പുള്ളി അവിടെ പോയി, അതും വലിയ വിലയാണ്. അത് കഴിഞ്ഞ് നമ്മളവിടെ പോയി നോക്കിയിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ 2 ദിവസം കൂടെ കഴിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ വായിക്കുന്നത്. പ്രസ് ക്ലബ്ബിൽ വരുന്നില്ലായിരുന്നു അന്ന് ടെലിഗ്രാഫ്, കാര്യം താമസിച്ച് വരുന്നതുകൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ തീസിസിൻ്റെ വിഷയം ആ സമയത്ത് 20 വർഷത്തിന് ശേഷം ഈ ടെലിഗ്രാഫ് പത്രം എങ്ങനെയായിരിക്കും അതായിരുന്നു എൻ്റെ തീം. കാര്യം അന്ന് തന്നെ ടെലിഗ്രാഫ് ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പത്രമായിരുന്നു. അതായത് ചെറിയ വാർത്ത, നീളമില്ലാത്ത വാർത്ത കൊടുക്കുക, വലിയ ചിത്രം ഉപയോഗിക്കുക, പിന്നെ ഈ കണ്ടിന്യൂവേഷൻ ഇല്ല, ഒരു സ്റ്റോറിയെ കണ്ടിന്യൂ, താഴത്തെ ആങ്കർ എന്ന് പറഞ്ഞ സ്റ്റോറി മാത്രം. അത് എന്നും ആങ്കർ എന്ന് പറഞ്ഞൊരു ഒരു സ്ലോട്ട്, അതൊരു പ്രത്യേക സ്ലോട്ടാണ് ഈ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് അങ്ങനെയുള്ള ടെലിഗ്രാഫിൻ്റെ അവരുടെ ഹെഡ്ലൈൻസും അല്ല ഒരു പ്രത്യേക പത്രമായിരുന്നു, നമ്മളെ ആകർഷിക്കുന്നത്. അത് പിന്നീടാണ് മനസ്സിലായത് ലണ്ടനിൽ ദ ഡെയിലി ടെലിഗ്രാഫിൻ്റെ മോഡലിൽ ഉണ്ടാക്കുന്നത്. അത് ആ മോഡലിൽ ചെയ്ത പത്രമാണ്. പിന്നെ അക്ബറിൻ്റെ MJ അക്ബർ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ എഴുത്തും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്ന് ടെലിഗ്രാഫ് ചെറുപ്പക്കാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടൊരു പേപ്പറായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ കൽക്കട്ട ചെന്നപ്പോൾ ആണ് ഈ ചെറുപ്പക്കാരുടെ, അപ്പോൾ അത് അന്ന് അവിടെ കൽക്കട്ടയിൽ അന്നത്തെ മുടിചൂടാ മന്നൻ, കൽക്കട്ടയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ, അത് കൽക്കട്ടയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ടെലിഗ്രാഫ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മട്ടും ഭാവവും എല്ലാം ചെറുപ്പക്കാരെ ആകർഷിക്കുകയാണ്. അപ്പം കൽക്കട്ടയിലെ ഈ മാർക്കറ്റിംഗ് അവരൊക്കെ പറയുമായിരുന്നു, ഒരു ബംഗാളി ജനിക്കുമ്പോൾ ടെലിഗ്രാഫിന് ഒരു റീഡർ കിട്ടുകയും ഒരു ബംഗാളി മരിക്കുമ്പോൾ സ്റ്റേറ്റ്സ്മാൻ ഒരു റീഡർ നഷ്ടപ്പെടുകയും ചെയ്യുകയാണെന്നുള്ളത്. അത് ആക്ച്വലി സംഡ് അപ്പ് അവരുടെ രണ്ടുപേരും തമ്മിലുള്ള റീഡർഷിപ്പിൻ്റെ വ്യത്യാസം. അത് വളരെ ചെറുപ്പവും വളരെ പ്രായം ചേർന്ന 2 റീഡർഷിപ്പിൻ്റെ. അപ്പോൾ അന്ന് ഞാൻ ഈ ടെലിഗ്രാഫ് എവിടെ സംഭവം ഈ പത്രം കാണുന്നുണ്ട്, വളരെ നല്ല രസമുള്ളൊരു പത്രം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തീസിസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ 20 വർഷം കഴിഞ്ഞ് ടെലിഗ്രാഫ് എങ്ങനെ ആകുന്നുള്ള ആ സമയം ശരിക്കും 20 വർഷം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ എഡിറ്റർ ആവുന്നൊന്നും നമുക്ക് ഇതില്ല. അപ്പോൾ ഞാൻ ചെയ്ത തീസിസ് അതവിടെ അവർ നഷ്ടപ്പെടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അവിടെ ഇല്ല, കാര്യം അത് ഞാൻ പറഞ്ഞ ഒരു കാര്യവും ശരിയായി വന്നിട്ടില്ല 20 വർഷത്തിന് ശേഷം. ഇപ്പോൾ കണ്ടത് അബദ്ധമാണ് എഴുതാമെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എനിക്ക് ടെലിഗ്രാഫ് പരിചയമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടെലിഗ്രാഫ് അപ്പോൾ ഞാൻ എന്തോ അപ്പോൾ ഡെസ്കിൽ ജോയിൻ ന്യൂസ് എഡിറ്ററാണ്. അപ്പോൾ ജോയിൻ ന്യൂസ് പറഞ്ഞാൽ അന്ന് ഇപ്പോഴാണ് ഈ ന്യൂസ് എഡിറ്റർ പോസ്റ്റിന് വിലയില്ല, അന്ന് ഭയങ്കര വിലയായിരുന്നു. ജോയിൻ ന്യൂസ് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ന്യൂസ് എഡിറ്ററാണ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത്
ഒരു പത്രത്തിൽ നമ്മൾ ന്യൂസ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്യണമെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ചീഫ് സബ് എഡിറ്റർ ആയാൽ തന്നെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ന്യൂസ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്താൽ റിട്ടയർ ചെയ്യേണ്ട പിറ്റേ ദിവസം ഫോട്ടോയൊക്കെ വരും. ന്യൂസ് എഡിറ്റർ ഇദ്ദേഹം കെ നായർ വിരമിച്ചു, 30 വർഷത്തിന് സേവനത്തിന് ശേഷം മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ചു, അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. അപ്പം എനിക്കൊന്ന് 27 വയസ്സേ ഉള്ളൂ. ജോയിൻറ്റ് ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാനൊരു 30 വയസ്സിന് മുമ്പ് ഞാൻ ന്യൂസ് എഡിറ്റർ ആവുന്നത് തീർച്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയാണോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജനറൽ ന്യൂസ് പേപ്പർ ഞാൻ ബക്കേട്ടുള്ളി വേണാട് പത്തിൽ, അതിനുശേഷം ഈ സാമ്പത്തിക ഇതിലായിരുന്നു. അപ്പോൾ അക്ബർ പറഞ്ഞല്ല, സർക്കാർ പറഞ്ഞു അക്ബർ 27 വയസ്സിലാണ് സൺഡേ മാഗസിൻ്റെ എഡിറ്ററായത്, 32 വയസ്സിലാണ് അക്ബർ ടെലിഗ്രാഫ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഗാമ്പിൾ ചെയ്യുന്നതാണ്, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന ഇതാണ് എൻ്റെ ഇത്. ശരി ജോയിൻ. അങ്ങനെയാണ് ഞാൻ കൽക്കട്ടയിൽ ടെലിഗ്രാഫിൽ 96 ജൂലൈയിലാണ് ജോയിൻ. ജൂണിൽ ഞാൻ ചെല്ലുന്നു. ജൂലൈയിൽ ഡെസ്കിൽ ജോയിൻറ്റ് ന്യൂസ് എഡിറ്റർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത വർഷം തന്നെ എന്നെ അവർ ന്യൂസ് എഡിറ്ററാക്കി. പിന്നെ ഏകദേശം ഒരു 96 തൊട്ട് 1996 തൊട്ട് 97 ന്യൂസ് എഡിറ്ററായി. പിന്നെ ഏകദേശം 2007 വരെ ഞാൻ ന്യൂസ് എഡിറ്ററായിരുന്നു. 2007 തന്നെ ഡെപ്യൂട്ടി എഡിറ്റർ, ന്യൂസിൻ്റെ ചാർജുള്ള ഡെപ്യൂട്ടി എഡിറ്ററായിട്ട്. അപ്പോൾ 2007 തൊട്ട് ശരിക്കും 2008 തൊട്ട് 2016 വരെ ഞാൻ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ഇത്രയും 8 വർഷം ടെലിഗ്രാഫിൻ്റെ ഫ്രണ്ട് പേജ് ഞാനാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ ഞാനല്ലായിരുന്നു എഡിറ്റർ. അന്ന് ദിപാൻ ചാറ്റർജി എന്ന് പറഞ്ഞൊരു വളരെ പ്രഗത്ഭനായ അദ്ദേഹത്തിൽ നിന്നാണ് പല കാര്യങ്ങളും, ക്രാഫ്റ്റിനെ കുറിച്ച് പലതും പിന്നീട് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. പിന്നെ അവിക് സർക്കാർ എഡിറ്ററായിരുന്നു. അദ്ദേഹം വളരെ നല്ല ഈ ലണ്ടനിൽ അന്ന് ഹെറൽഡ് ഇവൻസ് എന്ന് പറഞ്ഞ് പണ്ട് ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്ററായിരുന്നു. ലണ്ടൻ ടൈംസിനെ മാറ്റിമറിച്ച ഒരു എഡിറ്ററാണ് ഹെറൽഡ് ഇവൻസ്. പിന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി മരിച്ചുപോയി. ഹെറൽഡ് ഇവൻസിൻ്റെ ജേർണലിസ്റ്റിനെ കുറിച്ചുള്ള പുസ്തകം ബൈബിൾ ഓഫ് ജേർണലിസ്റ്റ് എന്നെല്ലാവരും പറയും, അങ്ങനത്തെ പുസ്തകം എഴുതുക. അപ്പോൾ ഹെറൽഡ് ഇവൻസ് ആണ് ഹവിക് സർക്കാരിനെ ട്രെയിൻ ചെയ്തത്. എങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതണം, എങ്ങനെ ഹെഡ്ലൈൻ കൊടുക്കണം, എങ്ങനെ ക്യാപ്ഷൻ എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോട്ടോയുടെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം, വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചപ്പോൾ അവിക് സർക്കാരിൻ്റെ കീഴിലും ഞാൻ ചെയ്തിട്ടുണ്ട്. 2016 കഴിഞ്ഞ് 2017 തുടക്കത്തിലാണ് എന്നെ അവർ എഡിറ്ററായത്. എന്നിട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയപ്പോഴും എൻ്റെ സ്ഥാനക്കയറ്റം നൽകി. എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ എഡിറ്ററായിരിക്കുന്നതിൽ താല്പര്യമില്ല. കാര്യം എൻ്റെ സ്റ്റൈൽ ഓഫ് ജേർണലിസം ഞാൻ 7 വർഷം ചെയ്ത് അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഞാൻ അങ്ങനെയല്ല, ഈ അവരുടെ വായനക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഞാൻ ഇരുന്ന സമയത്താണ് ഈ ടെലിഗ്രാഫി വലിയ തലക്കെട്ടുകളുടെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈല് വളരെ ഒരു എന്താ പറയുക, ഒരു ഭദ്രലോകം നമ്മൾ പറയും. ബംഗാളികളെ ചില ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവർ ചില ഭദ്രലോകം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ എല്ലാം മിതമായ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സുരേഷ് ഗോപി ചിത്രം ഇഷ്ടപ്പെടുന്ന ഫഹദ് ഫാസിൽ ചിത്രം ഇഷ്ടപ്പെടുന്ന തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു ഫഹദ് ഫാസിൽ ഇഷ്ടപ്പെടുന്നവർ വായനക്കാരാണ് ടെലിഗ്രാഫിൻ്റെ കൂടുതൽ വായനക്കാർ. ഇപ്പോൾ റിഫൈൻഡ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള. അതേസമയം നമ്മൾ ഈ സുരേഷ് ഗോപി സ്റ്റൈൽ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയുള്ള വലിയ ഹെഡ്ലൈനും കാര്യങ്ങളും അവർക്ക് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് സ്ഥാനക്കയറ്റം സാറിന് പിരിച്ചു വിടുകയാണത് എന്താണെന്ന് അറിയില്ല. സ്ഥാനക്കയറ്റം തന്നപ്പോൾ എനിക്കിപ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മാസത്തിലൊരു കോളം എഴുതണം, അത്രേ ഉള്ളൂ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വരികയാണ് അവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള ഇതാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ ഒരു ദിവസം പോലും എനിക്ക് മറക്കാൻ പറ്റും. ഓരോ ദിവസവും വേണമെങ്കിൽ എനിക്ക് ആലോചിച്ചെടുക്കാം. കാര്യം ഞാൻ അങ്ങനെ ഇതിൽ എൻജോയ് ചെയ്തൊരു അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഇപ്പോൾ പിരിച്ചു വിടുകയോ എനിക്കിപ്പോൾ ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും അതൊരു കുറവായിട്ട് ഞാൻ കരുതില്ല. കാര്യം എനിക്ക് തോന്നുന്നില്ല എന്നെ എത്രയും എൻജോയ് ചെയ്ത് എനിക്ക് വേറൊരു ജോലി ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഓരോ ദിവസവും മറക്കാനാവാത്ത ഇത് തന്നെയാണ്. അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു ജോലിയും പോലെ എല്ലാ ജോലിയും സംഭവിക്കാം. ഇപ്പോൾ ഒരു പൈലറ്റിന് നമുക്കറിയില്ല ഇന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ മേഘത്തിൻ്റെ ഇടയിൽ പോയിക്കഴിഞ്ഞാൽ എന്ത് നേരിടുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ലെന്ന് തീർച്ചയാണ്. ആ ഒരു ചലഞ്ചുണ്ട്. അല്ലെങ്കിൽ ഒരു സോൾജറിന് അല്ലെങ്കിൽ ഒരു പോലീസുകാരന് അറിയില്ല അദ്ദേഹം ഇന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന കേസ് അദ്ദേഹത്തെ എവിടെ നയിക്കുന്നുള്ളൂ. തീർച്ചയാണ് അങ്ങനെ. പക്ഷേ ജേർണലിസം അത് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്തൊരു സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത സ്റ്റോറി നാളെ നമുക്ക് കിട്ടുന്ന എഡിറ്റിംഗ് ചെയ്യാൻ കിട്ടുന്ന സ്റ്റോറി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞാത്തൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും. എനിക്ക് തോന്നുന്നില്ല വേറൊരു ജോലിയിലും ദൈനംദിന ഒരു 24 hour സൈക്കിളിൽ എനിക്ക് പറയാൻ പറ്റില്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ സ്റ്റോറി എഡിറ്റ് ചെയ്യില്ല എന്ന്. ഇപ്പോൾ ചിലപ്പോൾ ഒരു സൈക്കാട്രിയെ കുറിച്ചായിരിക്കും, ഒരു മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചായിരിക്കും, മൂന്നാമത്തെ ദിവസം ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനെ കുറിച്ചായിരിക്കും, നാലാമത്തെ ദിവസം മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചായിരിക്കും. എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, ഞാൻ എഡിറ്റ് ചെയ്യില്ല എന്ന്. നമ്മളെ മനസ്സിലാക്കി എഡിറ്റ് ചെയ്തുള്ളൂ. ഈ ഒരു ചലഞ്ച് എനിക്ക് തോന്നുന്നില്ല വേറൊരു പ്രൊഫഷനിൽ. അപ്പോൾ ഇതിൻ്റെ വെല്ലുവിളിയുണ്ട്. അതേസമയം നമുക്ക് ഒരിക്കലും ഈ ബോർ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല.
ബോറടിക്കുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന വിരസത എന്നുള്ളൊരു ഈ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും മറ്റതിലും നമുക്ക് ഏകാന്തത, വിരസത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ജേർണലിസ്റ്റുകൾക്കും ഇതും സംഭവിക്കുന്ന കണ്ടു. പക്ഷേ നമ്മൾ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമുക്കൊരു അനിശ്ചിതത്വത്തൊരു സുഖമുണ്ട്. നമുക്ക് നാളെ അല്ലെങ്കിൽ അത് ഈ മാസത്തിൽ ഒരു കോളം എഴുതുമ്പോൾ എനിക്കറിയില്ല അടുത്ത മാസത്തിന് എന്ത് കോളമാണ് എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എഴുതാൻ പറ്റുമോ എന്ന് കോളത്തിന് നമുക്കൊരു ഒരു 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 ടെൻഷനുണ്ട്. ഇപ്പം യേശുദാസ് പോലും പറയുന്നുണ്ട്, ഓരോ സദസ്സിലും കയറുമ്പോൾ പാട്ട് പാടാൻ കയറുമ്പം എല്ലാവരും വിചാരിക്കും 60-70 ദിവസമായിട്ട് പാടുകയില്ല. അങ്ങനെയല്ല, പാട്ട് തൊട്ട് മുമ്പുള്ള ഒരു 5 മിനിറ്റുള്ള ടെൻഷൻ അത് അദ്ദേഹത്തിന് മാത്രമേ, അതൊരിക്കലും വിടില്ല. അതുപോലെ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ആ ഒരു ആദ്യത്തെ സെൻറ്റൻസ് വരുമോ അടുത്ത സെൻറ്റൻസ് വരുമോ എന്നുള്ള ടെൻഷൻ നമ്മുടെ, പക്ഷേ അതൊരു സുഖകരമായ ടെൻഷനാണത്. അത് അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഞാൻ കൃതാർത്ഥയോടെ ഓർക്കുന്നത് ഇതുപോലെ ഒരു സ്കൂൾ ടീച്ചർ ഒരു ദിവസം കൽക്കട്ടയിൽ സ്കൂളിലെ ഒരു ടീച്ചർ ഒരു പെൺകുട്ടിയെ പരീക്ഷ സമയത്ത് എന്തോ സംഭവിച്ച വഴക്ക് പറയും എന്തോ ചെയ്ത് ആ കുട്ടി ബോധം കെട്ട് വീണു. സ്കൂളിനകത്ത് ബോധം കെട്ട് വീണത് അറിഞ്ഞ് രക്ഷകർത്താക്കളെല്ലാം കൂടെ തടിച്ചുകൂടി ഈ ടീച്ചറെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നല്ല, ആദ്യം അവർ തടച്ചുകൂടെ, അവർക്ക് ഞങ്ങൾക്ക് വിട്ട് തരണം, അവരെ നമ്മൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ ഒരു ഭയങ്കരമായ ഒരു ഇത്. അപ്പോഴേക്കും ടെലിവിഷൻ ചാനലുകളിൽ എല്ലാം ഇടപെട്ട് ഇതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതുണ്ടല്ലോ, ആരെങ്കിലും വീണ് കിടക്കുകയാണെങ്കിൽ പിന്നെ അവരെക്കുറിച്ചൊരു 100 വിവാദങ്ങൾ കണ്ടുപിടിക്കും. അവരിങ്ങനെയായിരുന്നു, മറ്റാണ് മറിച്ചാണ്, ഫീസ് വിവാദം, മറ്റു വിവാദം, ഫീസ് കൂട്ടുന്ന ടീച്ചറാണ്, അങ്ങനെ അത് ഈ ലൈവ് ടെലിവിഷൻ ഈ ആളുടെ വെളിയിൽ നിന്ന് മുദ്രാവാക്യമ്പോൾ അവർക്ക് അകത്ത് ഇരച്ച് കയറിയാലേ ഉള്ളൂ. അപ്പോൾ അതേസമയം ടെലിവിഷനിൽ കൂടെ ലൈവായിട്ട് ഇങ്ങനെയുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ ഈ ഉപോത്കലമായിട്ട് ആളുകൾക്കൊന്ന് അവരുടെ ഒന്ന് അടങ്ങുമ്പോഴേക്കും ടി വി പുതിയൊരു വാർത്ത കൊണ്ടുവരുമ്പോൾ അവർ വീണ്ടും ഇളകും ആൾ. അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ട് പോലീസിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാര്യം ജനക്കൂട്ടമല്ലേ. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും മറ്റുള്ളവർക്കും ഒരു 500 പേര് അവിടെ നിൽക്കുകയും ഇവിടെ 1-2 പേര് ഒരു സ്കൂൾ മാത്രമാണെങ്കിൽ അവരെപ്പോഴും നോക്കുന്ന ആരുടെ കൂടെ നിൽക്കുന്നുള്ളത് കൂടുതൽ ആളുകളുടെ നിൽക്കുക എന്നുള്ളത്. കാര്യം അവരുടെ നേട്ടം എപ്പോഴും പോപ്പുലർ ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് രാത്രി ഒരു നിവൃത്തിയില്ലാതെ കൊടുക്കാം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ഒരു 11 മണി രാത്രി 12 മണി തിരിച്ചു പോയി. നമുക്കറിയാം പിറ്റേ ദിവസം അവർ വന്ന് വീണ്ടും അത് ആളി കത്തിക്കുകയോ സ്കൂളിനെ കത്തിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്താലേ അവർക്ക് സമാധാനമുള്ളൂ എന്നുള്ളൊരു മതി. അപ്പോൾ അന്ന് ഞങ്ങളുടെ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ അപ്പം സാധാരണ റിപ്പോർട്ടേഴ്സൊക്കെ വന്നത് ഇവർ മഹായതാണ് മറിച്ചതാണ് അങ്ങനെ ഇരുന്നപ്പം എഡിറ്റ് മീറ്റിങ്ങിൽ ഡെസ്കിൽ ഞാൻ എഡിറ്ററല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഇത് തീർച്ചയായും ഇങ്ങനെ ആ സ്കൂളിൽ നമ്മൾ അവരെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചു, അവരെന്തൊക്കെ കാര്യങ്ങൾ, ബാക്കി രക്ഷകർ, നിങ്ങൾ അവിടെ നിന്ന് ജനക്കൂട്ടത്തിലുള്ള സംസാരമുള്ളൂ. അതായത് നമ്മൾ ഒരിക്കലും ഒരു പ്രിൻസിപ്പൾ ഇങ്ങനെ ചെയ്യില്ല. ഒരു കുട്ടിയെ പിടിച്ച് തള്ളിയത് കണ്ടാണ് പറഞ്ഞവർ എന്തോ ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഒട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ അതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല ഈ കാര്യം. അപ്പോൾ നമ്മളിത് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കൂട്ടത്തിൽ അപ്പോൾ അന്ന് അപ്പോൾ ഞങ്ങൾക്ക് വിവരം കിട്ടും. അത് ഞങ്ങൾ ചെയ്ത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റിസ്ക്കാണ്. അപ്പം നമ്മൾ ശരിയായ തീരുമാനമെന്ന് എടുക്കുക എന്നുള്ളൊരു ചലഞ്ച്. കാര്യം നമുക്ക് അപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കിയിട്ടില്ല, ഇവർ എങ്ങനെ ടീച്ചറാണ്. ഈ ടെലിവിഷൻ ചാനൽ അടുത്ത വീട്ടിൽ ഒരു അയൽക്കാർ ഒരിക്കലും നമ്മളെക്കുറിച്ച് രഹസ്യമായിട്ട് നല്ല പറയില്ല. പരസ്യമായിട്ട് ചിലപ്പോൾ നല്ലതാണെന്ന് പറയാം, രഹസ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടവർ മഹാവൃത്തിയിട്ടവരാണ് നല്ല, അങ്ങനെ നമ്മുടെ ഒരു ജനങ്ങളുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഒരിക്കലും നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല. അപ്പോൾ അന്ന് രാത്രി ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു ഫോട്ടോ, അതായത് ഈ ഒരു നമുക്ക് പേടിയാകും, ഒരു ക്രൗഡ് ഓഫ് പേരൻസ്, രക്ഷകർത്താക്കൾ അലറി വിളിച്ചുകൊണ്ട് സ്കൂളിൻ്റെ നടയിൽ നിൽക്കുന്നവർ ഇങ്ങനെ അലറുന്നത്. അപ്പോൾ ഞങ്ങളത് ആ ഫോട്ടോ ഇട്ടിട്ട് ഞങ്ങളുടെ മുകളിൽ ഞങ്ങളുടെ മെയിൻ ഹെഡിൽ അന്ന് ഇത് വലിയ ഞങ്ങളുടെ ഹെഡ്ലൈൻ ഇട്ടു, ഇങ്ങനെയുള്ള രക്ഷകർത്താക്കളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള രക്ഷകർത്താക്കളാണെങ്കിൽ ടീച്ചറുകളുടെ ആവശ്യം എന്താണ് ഇവർ മനസ്സിലല്ലേ, ഒരു ടീച്ചർക്കും ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ മുകളിൽ വലിയൊരു തലക്കേട്. പിറ്റേ ദിവസം അത് കോടതി ഇടപെട്ടു. പിറ്റേ ഇത് കണ്ടിട്ട് രാവിലെ കോടതി ഇടപെട്ട് അവർ പറഞ്ഞ ഇത് പ്രയോറിറ്റി ഇതിൽ ടീച്ചറെ കോടതി കൊണ്ടുവരാൻ പറഞ്ഞു. അവർ കണ്ട പിന്നെ അന്നാണ് അത്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ഇവരുടെ റൂമിനകത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു. അത് കോടതിക്ക് അപ്പോൾ കാണണം എന്ന് പറഞ്ഞു. അപ്പോഴും നോക്കിയപ്പോൾ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടിക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു, ആ കുട്ടി കുഴഞ്ഞു വീണതാണ് എന്തോ ചോദിച്ചപ്പോഴേക്കും. അവർ പൂർണ്ണ നിലവാരം മാത്രമല്ല, ഇവരുടെ വീട്ടിൽ ഇവരൊരു സിംഗിൾ പേരൻ്റായിരുന്നു. ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഇവരുടെ വീട്ടിൽ 6 വയസ്സുള്ളൊരു കുട്ടി, ഇവരുടെ മകള് തനിച്ചാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതൊന്നും അറിയുന്നില്ല. അപ്പം ഒരു രാത്രി മുഴുവൻ ആ കുട്ടി ഒരു 6 വയസ്സുള്ള കുട്ടി വീട്ടിൽ തനിച്ച് ആലോചിച്ചു. ഈ പ്രക്ഷേപകർത്താക്കളും ടെലിവിഷൻ ചാനലിലും കൂടെ ചെയ്ത എന്ത് സംഭവിക്കാം. 6 വയസ്സുള്ള കുട്ടി ഒരു വീട്ടിൽ തനിച്ച് രാത്രി ഒറ്റയ്ക്ക് താമസിക്കുക ഒന്നും ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കോടതി ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാമിനെ കുറിച്ച് പറഞ്ഞൊന്നുമില്ല. പക്ഷേ അതിനുശേഷം അവിടുത്തെ ദേവിക്കാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ട്, ഇപ്പോൾ ഇവിടുത്തെ ഒരു മോഡേണൈസ് പ്രിൻസിപ്പളാണ്. അവരൊരു ലേഖനം എഴുതി ഈ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രം
എങ്ങനെ പെരുമാറണമെന്ന് കണ്ടപ്പോൾ കാരണം ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ നമുക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു വരുമ്പോൾ ഈ മോബിനോട് കൂടി ചേരുക, ലിഞ്ച് മോബിനോട് നമ്മളും ചേരുക, അതിൽ എളുപ്പം നമുക്ക് ആളിൽ ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ വിവാദത്തിൽ കൂടെ ചേരുകയാണ് ഒരു പത്രത്തിന് എളുപ്പം. പക്ഷേ അതിന് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ വളരെ, കാരണം നമുക്ക് തെറ്റ് പറ്റാമായിരുന്നു. ചിലപ്പോൾ ഇവർ തല്ലുകയോ എല്ലാം ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ജനവികാരം നമുക്കെതിരെ ആയിരുന്നേനെ. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, അപ്പോൾ എനിക്ക് ഏറ്റവും ഉള്ള ഈ നരേന്ദ്രമോദിക്കെതിരെ ഹെഡ്ലൈൻ കൊടുക്കുക ഒന്നുമല്ല, ഇതൊരു വലിയൊരു ഇതായിട്ട്. കാര്യം ആ 6 വയസ്സ് കുട്ടി ആ രാത്രി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ മീഡിയ ആരെങ്കിലും അതിന് ഉത്തരം പറയുമായിരുന്നു എന്നുള്ള മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ബാക്കിയുള്ളവർക്ക് ചെറുതായിട്ട് തോന്നാം, പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് ഇതായിട്ടുള്ള ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എപ്പോഴും നല്ല പല തെറ്റുകളും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് തെറ്റുകൾ നമ്മൾക്ക് പലരും നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് പിന്നെ മനസ്സിലായിട്ടുണ്ട് എല്ലാവരും തെറ്റുകാരാണ്, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഈ പോലീസുകാരെയൊക്കെ പെട്ടെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് അവർ ഇതാണ് അവരെല്ലാം മോശക്കാരാണെന്ന് പറയുമ്പോൾ അത് ഒരു നമുക്ക് കൂടുതൽ പോപ്പുലർ സപ്പോർട്ട് കിട്ടുമായിരിക്കും. പക്ഷേ അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ശരിക്കും എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം, ഞാൻ നരേന്ദ്രമോദിയുടെ കുറ്റങ്ങൾ കാണുകയും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളൊന്നും കാണുകയില്ല, അതേസമയം മമതാ ബാനർജിയുടെ ഗുണങ്ങൾ മാത്രം കാണുകയും അവരുടെ കുറ്റങ്ങളൊന്നും കാണുന്നില്ല എന്ന്. കുറേയൊക്കെ ശരിയും തന്നെയാണ്. അതിന് പ്രധാന കാരണം ഞാൻ കരുതുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയും നരേന്ദ്രമോദിയും താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യക്ക് കൂടുതൽ അപകടം എന്നുള്ളത്. മമതാ ബാനർജിക്ക് ഇന്ത്യക്ക് അപകടമൊന്നുമില്ല. പിന്നെ അവർ സെക്കുലറാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഗീയ വിദ്വേഷിയും ഒരു സെക്കുലറായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സെക്കുലറായിട്ടുള്ള കുറച്ച് കറപ്റ്റ് ആയാൽ പോലും അവർ അഴിമതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് യാതൊരു മടിയില്ല അവരെ സപ്പോർട്ട് ചെയ്യാനും. മറ്റേ വർഗീയവാദി സത്യസന്ധനായിരിക്കും, പക്ഷേ അതുകൊണ്ട് അത് എതിർക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് എൻ്റെ തലക്കെട്ടുകളിൽ ശരിക്ക് ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ തലക്കെട്ടിൽ പരിഹസിച്ചിട്ടുള്ള മമതാ ബാനർജിയാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ 2015 ഒരു ഇലക്ഷൻ സമയത്ത് ഇവർ മമതാ ബാനർജി ഒരു ബംഗാളി ഭാഷയിൽ ഹിന്ദി ഭാഷയിൽ, മലയാളത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ സഭ്യതരമായ ഒരു വാക്ക് ഉപയോഗിച്ച ഒരു പ്രസംഗം. അത് ഈ ബാംബു എന്നാണ്, നമ്മൾ മുളയെക്കുറിച്ചുള്ള, അതൊരു ബാംബു എന്നുള്ള പ്രയോഗമാണ്, ബാംബു ഉപയോഗിച്ചുള്ള മുള. അത് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ അൺപാർലമെൻ്ററി എന്ന് മാത്രമല്ല, നമ്മളൊരു ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയാണ് ആ ഒരു എക്സ്പ്രഷൻ. അത് അവർ ഉപയോഗിച്ചപ്പോൾ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പച്ചത്തെറി എന്നൊക്കെ പറയില്ലേ, അതൊരു തെറിയായിട്ടുള്ള ഒരു വാക്കാണത്, അശ്ലീലം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പക്ഷേ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഒരു ഡിബേറ്റ്, നമ്മുടെ ന്യൂസ് മീറ്റിങ്ങിന് പറയുമ്പോൾ ഡിബേറ്റ് ഉണ്ട്. ഇപ്പോൾ പലരും പറയും ആരെങ്കിലും ഭയങ്കര വർഗീയ വിഷമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണതിൻ്റെ ആവശ്യമുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. അതിനൊരു റെഡി ആൻസർ ഇല്ല. പക്ഷെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും തെറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഇത്. അങ്ങനെ കാര്യം നമ്മുടെ വായനക്കാരെയും നമ്മുടെ ജനങ്ങളെയും വിശ്വസിക്കും. നമ്മൾക്ക് കേൾക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ജനങ്ങൾക്കും പൂർണ്ണമായിട്ട് അധികാരമുണ്ട്. അതവരെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് അവരുടെ ഇതാണ്. പക്ഷേ ഇപ്പോൾ വയലൻസ് അല്ലെങ്കിൽ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് നേരെ വയലൻസ് ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അക്രമം ഉണ്ടാകില്ല എന്ന് തീർച്ചയാണെങ്കിൽ, വർഗീയവും എല്ലാം തീർച്ചയാണെങ്കിൽ, സഭ്യതരം അല്ലെങ്കിൽ ചില വായിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് ലജ്ജ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് അത് കാര്യമായിരിക്കാം. കാര്യം നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്ന ഇവരിങ്ങനത്തെ ഭാഷയാണ് ഉപയോഗിച്ചതെന്ന് പറയേണ്ട ഒരു കടമയും കൂടെ നമുക്കുണ്ട്. എന്നാലും ഇത് നമുക്ക് ഒരിക്കലും അച്ചടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഈ പണ്ട് ഈ ബാംബു കർട്ടൻ എന്നും പറഞ്ഞ് ഈ അയൺ കർട്ടൻ ഉണ്ട്, ഈ റഷ്യയിൽ ചർച്ചിൽ വിളിച്ചു അയൺ കർട്ടൻ എന്നുള്ള ഇരുമ്പ് ഇതുമാർ. അപ്പോൾ അതുപോലെ വിയറ്റ്നാമിലും മറ്റു സ്ഥലങ്ങളിലും ബാംബു കർട്ടൻ എന്നും പറഞ്ഞു. അതൊരു പോസിറ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഉള്ളതുകൊണ്ട് ഇവർ ബാംബു എന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു മുള കൊണ്ടൊരു കർട്ടൻ പോലെ ഉണ്ടാക്കിയിട്ട് പേജ് വണ്ടിൽ 1/2 പേജ് മുഴുവൻ കർട്ടൻ, ഒരു മുള കൊണ്ടുള്ളൊരു കർട്ടൻ എന്നിട്ട് ഞങ്ങൾ താഴെ എഴുതി ഈ കുടുംബാംഗങ്ങളുള്ളവർക്ക് ഈ കർട്ടൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് വായിക്കാൻ കൊള്ളില്ല, നിങ്ങൾ 18 വയസ്സിൽ കൂടുതലാണ്, അതുപോലെ ഈ ഉളുപ്പ് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ ഈ 8ാം പേജിൽ ഏറ്റവും താഴെ ഒരു വാർത്തയുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ വായിച്ചു, നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്കത് ചെയ്ത്. അവിടെ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു. 1ാം പേജിൽ ഈ ബാംബു കർട്ടൻ എന്ന് മാത്രം ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു ഈ കർട്ടൻ്റെ പിന്നിൽ എന്ത് നടന്നെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കിയാൽ മതി. അപ്പം അത് മമത കളിയാക്കി ചെയ്തതാണ്. അകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അത് പിന്നീട് സത്യമാണെന്ന് പറഞ്ഞുകൂടെ. അതിനുശേഷം ഡൽഹിയിലൊരു പത്രാധിപർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ് നരേന്ദ്രമോദി അദ്ദേഹം എവിടെ വെച്ച് കണ്ടു. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു ടെലിഗ്രാഫ് ഞാനൊരു അഡൾട്ടാണെന്ന് എന്നെ പഠിപ്പിച്ചു. കാര്യം നമ്മൾ താഴെ ഇഫ് യു ആർ എൻ അഡൾട്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഇത് നരേന്ദ്രമോദി ഇത് കണ്ട ഉടനെ
മോദിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അവിടെ ഏജ് 8 പോയി എന്താണ് സംഭവം എന്നുള്ളൊരു ഒരു ഒരു അപ്പോൾ മോദി അതൊരു തമാശയായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ടെലിഗ്രാഫ് റിമൈൻഡഡ് മീ ദാറ്റ് ഐ ആം ആൻ അഡൾട്ട് എന്ന് പറഞ്ഞാൽ അതെവിടെ പോയി കണ്ടു. സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മോദി എനിക്ക് പരിചയമില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഇതൊരു പത്രാധിപർ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മമതാ ബാനർജി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. നമ്മൾ അവർ ഈ പാക് സർക്കസിൽ വളരെ ഒരു ഇൻഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു അറ്റാക്ക്, ഒരു സെക്ഷൽ അസാൾട്ട് ഒരു വനിതാ മകളിൽ 2014 പാക് സ്ട്രീറ്റ് റേപ്പ് കേസ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആദ്യം മമത പറഞ്ഞു ഇത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് അവരുടെ തെറ്റല്ല, പോലീസ് റിപ്പോർട്ടിൻ്റെ പേര്, പോലീസുകാരുടെയും തെറ്റായിരുന്നില്ല. അതൊരു ഒരു ഇൻവെസ്റ്റിഗേഷനിൽ തെറ്റ് ആർക്കും തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒരു വളരെ സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയിരുന്നു. രണ്ടാമത് അവർ തെളിയിച്ചു, ഒരു ദമയന്തി സെൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ വന്ന് അവർ പ്രൂവ് ചെയ്തു റേപ്പ് നടന്നു, എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ ആദ്യത്തെ ഒരു 2-3 ദിവസം മമത ബാനർജി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സജാന ഘട്ടന എന്ന് പറയുന്നത്, സജാന ഘട്ടന നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ട്രംപ് ഉള്ളതൊക്കെ അതാണ്. അപ്പോൾ ഞങ്ങൾ സജാന ബാനർജി എന്നും പറഞ്ഞ് മമത ബാനർജി വളരെ അങ്ങനെ ഹെഡ്ലൈൻ അങ്ങനെ കൊടുക്കും, അങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്ര ഇതായിട്ടുള്ള ഉണ്ടായിരിക്കാം, അതാരും ശ്രദ്ധിക്കില്ല. ഇത് മാത്രമല്ല, ഇത് ഞാൻ ചെയ്യുന്നതല്ല. ടെലിഗ്രാഫ് എന്നും ടെലിഗ്രാഫ് അക്ബർ തുടങ്ങിയ സമയത്ത് ടെലിഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത ഹെഡ്ലൈൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട അസാസിനേറ്റ് അക്ബർ കൊടുത്തത്. ഞാനൊന്നും ജോലി ചെയ്യുന്നില്ല, ഞാനൊന്ന് കോളേജ് പ്രീ ഡിഗ്രിക്ക് ഇവിടെ പഠിക്കുക. പിന്നീട് ഇവിടെ ചെന്നപ്പോൾ അതൊരു വലിയ അന്നത്തെ ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് എഡിഷൻ, ടെലിഗ്രാഫിൻ്റെ എഡിഷൻ ഹെഡ്ലൈൻ വളരെ ഒരുപാട് പ്രകൃതിപ്പെട്ടതാണ്. അത് MJ അക്ബർ കൊടുത്ത ഹെഡ്ലൈൻ. അതായത് ഇന്ദിര അസാസിനേറ്റഡ് നേഷൻ വൂണ്ടഡ് എന്നായിരുന്നു വലിയ ഹെഡ്ലൈൻ, ഇന്ദിര അസാസിൻ. അപ്പോൾ ടെലിഗ്രാഫ് എന്നും അതുപോലെ അവിടെ ഒരു ആലിപ്പൂർ ജയിലിനകത്ത് ഇത് തടവുകാരെ പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞ് പരാതി വന്നപ്പോൾ അസംബ്ലി ഒരു കമ്മിറ്റിയെ നിയമിച്ചു, ഹൗസ് കമ്മിറ്റി. അവർ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടോ അവരതിന് ശേഷം, എന്തുകൊണ്ടൊന്നല്ല, അവർ പ്രൂവ് ചെയ്തു പക്ഷേ അങ്ങനെ പീഡനം നടക്കുന്നുണ്ടെന്ന്. വളരെ മൃഗീയമായ രീതിയിൽ തടവുകാരെ തല്ലുകയും ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു സർക്കാരിനൊരു ജ്യോതി ബസ് ഭരിക്കുന്ന സമയത്ത് അപ്പോൾ സർക്കാരിനൊരു കളങ്കമാണെന്നുള്ളതുകൊണ്ടായിരിക്കാം ആ റിപ്പോർട്ട് പുറത്തു വരാൻ വളരെ വൈകിയപ്പോൾ അക്ബർ റിപ്പോർട്ട് ആരോ അക്ബറിന് അത് ലീക്ക് ചെയ്യും. അതങ്ങനെ അന്ന് പ്രിവിലേജാണ്, അങ്ങനെ പാടില്ല. സഭയുടെ കമ്മിറ്റി കൊടുത്ത് സഭയിൽ വയ്ക്കുന്നതിന് പുറത്ത് വരികയാണെങ്കിൽ ജയിലിലാകും വേണമെങ്കിൽ. അപ്പോൾ അന്ന് അക്ബർ ആ കാര്യത്തിലൊക്കെ വളരെ ധൈര്യമുള്ള ആളായിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഹെഡ്ലൈനും അദ്ദേഹം കൊടുത്ത് ഷേക്സ്പിയറിൻ്റെ, അതായത് ഇഫ് യു ഹാവ് എനി ടീയേഴ്സ് മിസ്റ്റർ ബാസു ഷെഡ് ഇറ്റ് ഫോർ ദം, നിങ്ങൾക്ക് കണ്ണീരുണ്ടെങ്കിൽ ബാസു അത് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒഴുക്കുമെന്നും പറഞ്ഞ്, അത് ഷേക്സ്പിയറിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ ഇങ്ങനത്തെ ഹെഡ്ലൈൻസ് ടെലിഗ്രാഫ് എന്ന്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ വരുന്ന 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് പലരും, അതുപോലെ അന്ന് 8 രൂപയും കണ്ടാണ് ഈ പ്ലെയിനൊക്കെ ഇവിടെ വരുമ്പോഴേക്കും. അപ്പോൾ എത്ര പേർക്ക് ബാക്കി പത്രങ്ങൾ 2 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ അങ്ങനെ ചില ജേർണലിസം വിദ്യാർത്ഥികളോ യൂണിവേഴ്സിറ്റികളോ റിസർച്ച് സ്കോളേഴ്സൊക്കെ വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടെലിഗ്രാഫ് എന്നും ഹെഡ്ലൈന് വളരെ പേര് കേട്ടായിരുന്നു. പക്ഷേ ഞാൻ വന്ന സമയത്ത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അന്ന് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഉണ്ടാകുകയും, രണ്ടാമത് നരേന്ദ്രമോദി വന്ന സമയമായതുകൊണ്ട് മറ്റ് പത്രങ്ങൾ അവരും ഇതിനെക്കാട്ട് നല്ല രീതി, ടെലിഗ്രാഫിനെ പോലെ വളരെ നല്ല, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ വളരെ നല്ല ഹെഡ്ലൈൻ, ഇന്ത്യൻ എക്സ്പ്രസ് അവർക്കൊന്നും ഒട്ടും ഇതിലൊന്നും പിന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ നരേന്ദ്രമോദി വന്നപ്പോൾ പല മാധ്യമങ്ങളും ഉൾവലിയുകയും ആ സമയത്ത് സോഷ്യൽ, അപ്പോൾ എനിക്ക് വളരെ ഒരു ഭാഗ്യം കിട്ടാൻ, ഞാനിങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളൊരു ഇത്. അതിനുശേഷമാണ് JNUവിലെ കുട്ടികൾ, ഇപ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഹെഡ്ലൈൻ നാഷണൽ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് JNUവിലെ കുട്ടികളെ പോലീസ് അവിടുത്തെ കുറേ ഗുണ്ടകൾ കയറി തല്ലുകയും, സ്മൃതി ഇറാനി മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ സമയത്ത് 2018-16-17 തോന്നുന്നു. അപ്പോൾ JNUവിൽ കയറി അവിടെ ഇവരെയൊക്കെ കന്നയ്യ കുമാർ, ഉമർ ഖാലിദ് അവരെല്ലാം തല്ലുകയും, അപ്പോൾ ആ അന്ന് അവരെയൊക്കെ ആൻറ്റി നാഷണൽ എന്ന് വിളിച്ചാണ്. അപ്പം പാട്രിയറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു മനുഷ്യനെ തറയിലിട്ട് ചവിട്ടുക എല്ലാവരും കൂടെ, ഇവർ വക്കീലന്മാർ ഇവർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അയാളിങ്ങനെ കിടക്കുക ഇങ്ങനെ, അപ്പോൾ അയാളെ ചവിട്ടുക. അപ്പം ഇവരെല്ലാം ദേശാഭിമാനികൾ എന്ന രീതിയിലാണ് ഈ ചവിട്ടുന്നവന്മാർ, അവരെല്ലാം സ്വയം പേട്രിയറ്റ്സ്. അപ്പോൾ പേട്രിയറ്റ്സ് ഞങ്ങൾ കൊടുത്ത് ഈ പേട്രിയറ്റ് സ്പെല്ലിംഗ് PATRIOT എന്നില്ല, അപ്പോൾ PAT എന്നുള്ളത് കറുത്ത നിറത്തിലും RIOT എന്നുള്ള ചുവന്ന നിറത്തിലും, അപ്പോൾ പാറ്റ് റയറ്റ് എന്നുള്ള. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓരോ മനുഷ്യനും ഞാൻ ദേശാഭിമാനിയാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ലഹളയും ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു റയട്ടും അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഇതിൽ. പിന്നീട് അത് നമ്മുടെ ഭാഗ്യം എന്നല്ല, വളരെ നിർഭാഗ്യകരമായ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഈ തലയിട്ട് ചവിട്ടുന്ന ഡൽഹി കോടതിയിൽ ആ ചവിട്ടേൽക്കുന്ന മനുഷ്യൻ ബംഗാളിലെ ഒരു വളരെ പ്രമുഖനായ ഒരു CPM നേതാവ്, അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്നു. അത് കോയിൻസിഡൻ്റലായിട്ട് പറ്റിയത്.
അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വെച്ചാണ് പിന്നെ ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞൊരു ഹെഡ്ലൈൻ. അതിനെ ഒരുപാട് വിമർശനവും ഒരുപാട് രണ്ട് രീതിയിലും, കാര്യം അങ്ങനെ അത് സ്ത്രീവിരുദ്ധമാണ് ഹെഡ്ലൈൻ. സ്മൃതി ഇറാനിയെ അവരൊരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വളരെ ഹാർഡ് ലൈനായിട്ടുള്ള സ്പീച്ച് പാർലമെൻറ്റിൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങളങ്ങനെ അവർ ആൻറ്റി നാഷണൽ എന്ന് AUNTY നാഷണൽ. അപ്പോൾ അത് പലരും സ്ത്രീവിരുദ്ധമാണ് എന്ന് ചെയ്യും, അത് വിമർശനമുണ്ട്. പക്ഷേ ഞാനത് അന്ന് ഇപ്പം ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു, പക്ഷേ ഹെഡ്ലൈൻ പിൻവലിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇത് പ്രധാന കാര്യം ഞാൻ പറഞ്ഞത്, ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ ഇങ്ങനെ ടെലിഗ്രാഫ് കാര്യം. ഞാൻ 2018 വരെ ഏകദേശം 25 വർഷം അപ്പോഴേക്കും ഞാൻ ജേർണലിസ്റ്റ് ചെലവഴിച്ചു. കേരളത്തിൽ തന്നെ ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാൾ. ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ച് പഠിച്ചു വളർന്നത്, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്നാലും തിരുവനന്തപുരത്ത് പോലും ആർക്കും എന്നെ അറിയില്ലായിരുന്നു. ഈ തലക്കെട്ടുകൾ കാരണം, സോഷ്യൽ മീഡിയയുടെ പ്രചരണം കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആരും മറ്റുള്ളവർ എന്തോ ഒരു ഉൾവലിയും വലുതും, എന്നാൽ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ സ്പോർട്സിലൊക്കെ മറ്റുള്ളവരും ടൈംസ് ഓഫ് ഇന്ത്യയും മനോരമ, മാതൃഭൂമിയൊക്കെ വളരെ മനോഹരമായ, നമ്മളൊക്കെ എന്നെക്കാട്ടിയൊക്കെ വളരെ മനോഹരമായ ഹെഡ്ലൈൻ എല്ലാത്തിനും കൊടുക്കും കഴിവുള്ളവരുണ്ട്. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടോ ഇവർക്കൊരു വിമുഖത. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളത്. ഇമ്പാക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് ചിലരോട് അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടി ഇങ്ങനെ ഇരിക്കുന്നത് പറയുന്നവരുണ്ട്. സത്യമാണെന്ന് അറിയില്ല. അല്ല, അതിൻ്റെ ആ ഹെഡ്ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ പേജ് അത് ഇൻ്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ട് ആർക്ക് വേണോ ഈ ടെലിഗ്രാഫ് പ്ലസ് ക്രോക്കഡൈൽ എന്നിട്ട് വരും. അത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ശരിക്കും ഒരു ഹെഡ്ലൈൻ ഇല്ല ഫ്രണ്ട് പേജ്. എനിക്ക് തോന്നുന്നു ടെലിഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് ഞാനിരുന്ന സമയത്ത് വരെ, ടെലിഗ്രാഫിൽ വളരെ ചെറുപ്പമായ പേപ്പറാണ്, 82-ലാണ് അത് തുടങ്ങിയത്. അപ്പോൾ പക്ഷേ ഇത്രയും വർഷത്തിനിടയിൽ ഒരു ഫ്രണ്ട് പേജിൽ ഒരിക്കലും ഒരു ന്യൂസ് പേപ്പറിന് തലക്കെട്ടില്ലാതെ ഫ്രണ്ട് പേജ് ഇല്ല. ഇപ്പം ചിലപ്പോൾ ഒരു തവണ ഈ ചില മനോരമയോ മാതൃഭൂമിയോ ഒരിക്കൽ ഈ കുട്ടികളെ ദ്രോഹിക്കുന്നവർക്കെതിരെ നമുക്ക് വാക്കുകളില്ല എന്ന് പറഞ്ഞ് ഹെഡ്ലൈനിൽ അത് ഇട്ടിട്ടുണ്ട്. ഇതങ്ങനെ, ഇത് വാക്കുകളില്ലാത്തതുകൊണ്ടല്ലേ ഇത്. കാര്യം ഈ ഒരു പേജ് നോക്കുകയാണെങ്കിൽ അതിന് ശരിക്കും ഒരു ഹെഡ്ലൈൻ ഇല്ല. അത് ഞങ്ങളുടെ ഒരു ഭീരുത്വം കൊണ്ടാണ് കാര്യം. ഈ മുതലേ ഇത്രയും വരച്ചു വെച്ചിട്ട്, പക്ഷേ നമ്മൾ ഒരിടത്തും പറയുന്നില്ല ഇത് നരേന്ദ്രമോദിയാണെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ക്ലൂ കൊടുത്തോണ്ടെങ്കിൽ 56 ഇഞ്ച് തൊലിക്കട്ടിയുള്ള 56 ഇഞ്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചളവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ പോലെ രാജ്യം ഭരിക്കണമെങ്കിൽ 56 ഇഞ്ച് നെഞ്ചളവുകൾക്കുള്ളേ പറ്റൂ എന്നുള്ള വാക്ക്. അപ്പോൾ ഈ 56 ഇഞ്ച് എന്നുള്ളത് ഒരു വളരെ നമ്മൾ അദ്ദേഹമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മളെ പേജ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈൻ ഇല്ല. രണ്ടാമത് അതിൻ്റെ ഇൻട്രോയിൽ ഇതിൻ്റെ മുകളിൽ ഒരു 56 ഇഞ്ച് ജസ്റ്റ് തൊലിക്കട്ടി എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും കോടതി പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലർ പ്രധാനമന്ത്രി അവമാനിച്ചു. കാര്യം പ്രസ് കൗൺസിലിനകത്ത് ഒരു ഇതുണ്ട്, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയെയും ചീഫ് ജസ്റ്റിസിനെയും മുഖ്യമന്ത്രിയും നമ്മൾ അവമാനിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്നെ ഷോക്കോസ് ചെയ്തിട്ടുണ്ട്. ഷോക്കോസ് അല്ല, എന്നെ സെൻഷൂറും ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ രാഷ്ട്രപതിയെ കളിയാക്കിയെന്നും പറഞ്ഞു, നേരത്തെ ഇരുന്ന രാഷ്ട്രപതി അദ്ദേഹത്തെ കളിയാക്കിയെന്നും പറഞ്ഞു. അപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുത്തരിയല്ല. എന്നാലും ഈ പണ്ട് ഹെഡ്ലൈന് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഹെഡ്ലൈൻ യൂഷ്വലി ഇന്ത്യയിൽ ഇതുവരെ ആരെയും ഹെഡ്ലൈൻ കാരണം ജയിലിൽ അയച്ചിട്ടില്ല കോടതി. പക്ഷേ ഇപ്പോഴത്തെ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവരെന്ത് ചെയ്യുന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹെഡ്ലൈൻ ഇല്ല. അപ്പോൾ ഈ 79 അത് മാത്രമല്ല, നമ്മൾ വെറുതെ മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ അതൊരു ഓവർ യൂസ്ഡ് വാക്കാണ്. നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലായിടത്തും ഒരു വാക്കുകൾ ഓവർ യൂസ് ആയിട്ട് ക്ലീഷയായിട്ട് മാറും. പിന്നെ അതിനൊരു പവർ നഷ്ടപ്പെടും. മുതലക്കണ്ണീർ എന്നാണ് ഏറ്റവും നല്ലത്. ഏറ്റവും വളരെ ഓവർ യൂസ് ആയിട്ടുള്ള കാര്യം. ആര് കരയുമ്പോഴും നമ്മൾ മുതലക്കണ്ണീർ എന്ന്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മുതലക്കണ്ണീർ. അപ്പോൾ വാക്കിനിവിടെ കാര്യമില്ല. അതുകൊണ്ടാണ് ഇമേജായിട്ട് അതിട്ടത്. അത് ഒരുപാട് പേര് കണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ ഓഫീസിനുള്ളിൽ തന്നെ പലർക്കും അതിനോട് എതിർപ്പ് ഉണ്ടായിരുന്നുള്ള. പിറ്റേ ദിവസം പലരും പറഞ്ഞു അത് ശരിയായില്ല ചെയ്തത്. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ അവർക്കൊരു വ്യക്തമായ മറുപടി തന്നില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാൽ ഇതൊരു ഫ്രണ്ട് പേജ് അല്ല, ഇതൊരു മീമാണെന്ന് പറഞ്ഞു. ഈ നമ്മുടെ ഇതൊരു ട്രോളാണെന്ന് ഞാൻ പറഞ്ഞു. ട്രോളും ന്യൂസ് പേപ്പറും തമ്മിൽ വ്യത്യാസമൊന്നും ഏത് ട്രോളുകാർ ചെയ്യുന്ന പണി തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സ് എഡിറ്റേഴ്സ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള ഇതായിട്ട്. അപ്പം അത് തീർച്ചയായിട്ടും അത് ചില BJP നേതാക്കന്മാർ ഇവരാരും എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ മറ്റുള്ളവർ പറഞ്ഞാൽ അറിയുന്നത് സത്യമാണെന്ന് അറിയില്ല. ഡൽഹിയിലൊക്കെ ചില പത്രക്കാർ വിളിച്ചു പറഞ്ഞാൽ ഇത് അതിര് കടന്നു, ഇത് ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് ചിലർ പറയുന്നത്. അതിപ്പോൾ എന്ത് രീതിയിലാണ് അതിര് കടന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ സംഭവം ചോദിച്ചുകൊണ്ടല്ലോ ഞാൻ എൻ്റെ പത്രപ്രവർത്തനം ചെയ്യുന്നത്. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും ഇത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും അത് വളരെയധികം ആളുകൾ നോട്ടീസ് ചെയ്ത ഒരു സംഭവമാണത്. അപ്പം ഞാൻ പറയുന്ന സാധാരണ രീതിയിൽ ഞാനും മാനേജ്മെൻറ്റുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. കാരണം ഞാൻ ഏകദേശം 32 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യാണ്. അവർക്ക് യാതൊരു പ്രശ്നവും അല്ലാത്ത രീതിയിൽ മറ്റ് പ്രശ്നങ്ങൾ ഞാനും ഉണ്ടാക്കിയിട്ടില്ല, അവരും എനിക്കുണ്ടായിരുന്നു. അപ്പം അവർക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊണ്ടുവരരുത്. പക്ഷേ സത്യം പറയാം, എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സമ്മർദ്ദം വന്നു എന്നെങ്കിൽ സമ്മർദ്ദം വന്നു കാണാം. പക്ഷേ ആ സമ്മർദ്ദത്തിൽ അവർ
വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് പറയാമായിരുന്നു എൻ്റെ അടുത്ത് നിങ്ങളിങ്ങനെ ചെയ്യരുത്. അതിനുശേഷം പിന്നെയും ചെയ്യുകയാണെങ്കിൽ അറിയില്ല അത് എന്താണെന്നുള്ളത്. സത്യാവസ്ഥ ഒരിക്കലും നമുക്ക് പറയാൻ അറിയില്ല. നമുക്ക് വേണ്ടി ഈസി ആയിട്ട് ഇപ്പോൾ വേറെ ചില പത്രക്കാരൊക്കെ മാറിപ്പോയപ്പോൾ അവരൊക്കെ പറഞ്ഞു നരേന്ദ്രമോദിയാണ് ഞങ്ങളെ മാറ്റിയത്. എനിക്കങ്ങനെ തെളിവില്ലാതെ പറയുന്ന അത് കുറച്ച് അതിശയോക്തിയല്ലേ, നമ്മളെങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് നരേന്ദ്രമോദിക്ക് ഞാനെന്നൊരു വ്യക്തി ഒരു എഡിറ്റർ ഉണ്ടെന്ന് തന്നെ അറിയാവുന്ന പോലും എനിക്ക് തെളിവില്ല. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ പറയുന്നത് ശരിയല്ലേ. ഉണ്ടുണ്ട് ഒരുപാട് ഞങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ മമതാ ബാനർജിയുടെ ഒരു ഗുണമോ ദോഷമോ എന്നൊക്കെ അവർ വളരെ പൊളിറ്റിക്കലാണ്. മമതാ ബാനർജി വളരെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അവർ ഷീ നോസ് ദ പൊളിറ്റിക്കൽ പൾസ്. നമ്മൾ അവർക്ക് ഒരു പത്രക്കാരനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവർക്ക് രാഷ്ട്രീയം പറയാനും അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാനും. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം മനസ്സിലാകാൻ വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. പരസ്യക്കാരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ്. ഒരു കാറ് വിൽക്കാനോ ഒരു ഫ്രിഡ്ജ് വിൽക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വിൽക്കാനോ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം ചെയ്യാതിരിക്കാനായിരിക്കും എളുപ്പം വിറ്റുപോകും, കൂടുതൽ പൈസ കിട്ടും. പക്ഷേ രാഷ്ട്രീയപരമായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്ന രീതിയിൽ ഇംഗ്ലീഷ് പത്രങ്ങളുടെ ഇൻഫ്ലുവൻസ് വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ അജണ്ട സെറ്റ് ചെയ്യുമായിരിക്കും ചില പത്രങ്ങൾ. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു സ്റ്റോറി കാര്യമോ അല്ലെങ്കിൽ ഒരു കമൻറ്ററി കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു എഡിറ്റോറിയൽ എഴുതുകയാണെങ്കിൽ അവരൊരു ഓപ്പൺ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പത്രം പറയുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ശരിയാണ്. പക്ഷേ കേരളത്തിൽ ഒരു അജണ്ട ഇപ്പോൾ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയോ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സോ വിചാരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് മലയാള മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷൻ ചാനൽസോ, അത് മലയാളം ചാനൽ, ഇംഗ്ലീഷ് ചാനലിൽ വിചാരിച്ചാൽ ഇംഗ്ലീഷ് ചാനലിൻ്റെ ഇത് വളരെ വളരെ ലിമിറ്റഡ് ആണ്. എത്ര ശതമാനം ആളുകൾക്ക് ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട് ഇവിടെ? അതിൽ തന്നെ പ്രിൻ്റ് എഡിഷനിൽ വളരെ കുറച്ച് വരെ പ്രിൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് മമതാ ബാനർജി ഇത് വലിയ ബോധമായിരുന്നില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും പ്രശ്നം പറ്റുന്നത് ഞങ്ങളുടെ ബംഗാളി പത്രം, അത് ആനന്ദബസാർ പത്രിക, ഇവിടുത്തെ മനോരമ പോലെ ഏറ്റവും പ്രചാരമുള്ള ബംഗാളിലെ പത്രമാണ്. അവർ പലപ്പോഴും ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിലവർക്ക് പലപ്പോഴും ദേഷ്യമുണ്ടാകുകയും, എന്നാൽ ആനന്ദബസാറിന് വളരെ ശക്തമായ ഒരു പേപ്പറാണ്. അതേസമയം അവിടെയുള്ള ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ആനന്ദബസാർ വളരെ ഒരു ചെറിയൊരു പത്രമാണ്. അപ്പോൾ പലപ്പോഴും ടെലിഗ്രാഫിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആനന്ദബസാറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, മനസ്സിലായി. അപ്പോൾ ഒരു വീക്കായിട്ടുള്ള ഒരാളെ ഒരു ശക്തനായ ഒരു എതിരാളിയുടെ വീക്കായിട്ടുള്ള നമ്മളൊരു സഹോദര പത്രമോ എന്തെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ രീതിയിൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തതെന്ന് മാത്രമല്ല വലിയ പ്രശ്നം ഉണ്ടായിട്ടോ ഞങ്ങൾക്ക്. 2014 ഞങ്ങൾക്കൊരു T2 എന്നും പറഞ്ഞൊരു ഈ എൻ്റർടൈൻമെൻ്റ് ഒരു സപ്ലിമെൻ്റ് ഉണ്ട്, ഈ സിനിമയും കാര്യങ്ങളും. അത് ഞാൻ വേറെ എഡിറ്ററുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ അതിലവരൊരു അന്ന് ഈ ട്വിറ്ററൊക്കെ തുടങ്ങിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ഒരു പുതിയൊരു നോവൽറ്റി ഉണ്ടല്ലോ. അപ്പം ട്വീറ്റ് ഓഫ് ദ ഡേ, അപ്പോൾ ഇന്നത്തെ ട്വീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പിക്ചറും ഒരു ചെറിയതും അവരതിനകത്തൊരു ചെറിയ ഒരു 5 സെൻറ്റിമീറ്ററും ഇല്ല, അവനൊരു സ്പേസ് ഉണ്ട് അകത്തെ പേജിൽ, അവരുടെ അകത്തെ പേജിൽ ട്വീറ്റ് ഓഫ് ദ ആരുടെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണോ, അമിതാഭ് ബച്ചൻ്റെ ബർത്ത്ഡേ ആണോ, ഷാരൂഖ് ഖാൻ്റെ ബർത്ത്ഡേ, അങ്ങനെ അങ്ങനത്തെ ഒരു സെക്ഷനാണ്, ന്യൂസുമായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ. അതിനകത്ത് അവരൊരു ചിത്രം കൊടുത്തു. അതായത് സച്ചിൻ ടെണ്ടുൽക്കർ, അത് ഒരു സിനിമാ നടി ട്വീറ്റ് ചെയ്തൊരു ചിത്രമാണ്. അതുകൊണ്ടാണ് അവരെടുത്തത്. അവരത് കണ്ടന്റ് നോക്കിയില്ല, എടുത്തു. അപ്പം കണ്ടന്റിനകത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബാറ്റ് ചെയ്തിട്ട്, ശരി പിക്ചർ ശരിയാണ്. അപ്പോൾ അപ്പർ സൈഡിൽ ഷോയിബ് അക്തർ അദ്ദേഹത്തിന് മുമ്പ് വണങ്ങുകയാണ്. സച്ചിൻ എന്തോ വളരെ നല്ലൊരു ഷോട്ട് എന്തോ കളിച്ചു കഴിഞ്ഞപ്പം ഷോയിബ് അക്തർ വണങ്ങും. പക്ഷേ ഈ ബാറ്റിൻ്റെ പുറത്ത് ഈ ട്വിറ്റർ ഇമേജിൻ്റെ ബാറ്റിൻ്റെ പുറത്ത് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പടം സൂപ്പർ ഇമ്പോസ് ചെയ്തു. സച്ചിൻ്റെ ഇതിനകത്തില്ലായിരുന്നു, അത് വ്യാജമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ട്വീറ്റ് നമ്മൾ നോക്കും, ഇത് വളരെ ചെറുതാണ്, വളരെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഒന്നാമത് ഈ പടത്തിനകത്ത് ഒരു ബാറ്റിൻ്റെ മുകളിൽ, അപ്പോൾ ഷോയിബ് അക്തറെ കൊണ്ടൊരു ഹിന്ദു ദൈവത്തിൻ്റെ മുന്നിൽ വണങ്ങുകയാണ് എന്നുള്ള രീതിയിൽ വന്നു. കൽക്കട്ടയിൽ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര പ്രശ്നം, റോഡ് തടയുക, ബസ് തടയുക. അങ്ങനെ ഞങ്ങൾ 3 ദിവസം അടുപ്പിച്ച് ഫ്രണ്ട് പേജിൽ ഞങ്ങൾ അപ്പോളജി പബ്ലിഷ് ചെയ്തു. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ഈ വീണടുത്ത് കിടന്ന് ഉറങ്ങിട്ട് കാര്യമില്ല, അപ്ഷണ്ടായിട്ട്. കാര്യം അക്രമം നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല ഇങ്ങനെ കാര്യങ്ങൾ, ആർക്കെങ്കിലും ജീവ അപായമോ അല്ലെങ്കിൽ മുറിവോ പ്രോപ്പർട്ടി നഷ്ടമോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പറ്റി ആദ്യം അങ്ങനെയല്ല, ടെക്നിക്കൽ റീറ്റെയിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ടെക്നിക്കൽ ഡീറ്റെയിൽ ഇതൊക്കെ ടെക്നിക്കൽ ഡീറ്റെയിൽ നേരപ്പോൾ അവർ കൂടുതൽ ഇതിൻ്റെ എതിർക്കുന്നവർ കൂടുതൽ ദേഷ്യം, എന്തോ ടെക്നിക്കൽ ഡീറ്റെയിൽ ചോദിച്ചാൽ ചില പറയുള്ളൂ. നമ്മൾ ഈ സാങ്കേതികമായ കാരണം എന്തോ സാങ്കേതിക, ഇത് മനുഷ്യൻ നമുക്ക് പറ്റിയ തെറ്റ് എന്നുള്ള ഇതിൽ 3-4 പ്രാവശ്യം മാപ്പ്. പിന്നെ അത് അടങ്ങി. പക്ഷേ അപ്പോഴേക്കും 8-9 ഡിസ്ട്രിക്ട്സിൽ ടെലിഗ്രാഫിൻ്റെ കേസ്. എന്നിട്ട് എഡിറ്റർക്കെതിരെ, അത് ഞാൻ എഡിറ്ററായിരുന്നില്ല, എഡിറ്ററായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അകത്ത് പോകണ്ടേ. അപ്പോൾ എഡിറ്റർക്കെതിരെ ജാമ്യമില്ല വകുപ്പാണ് കേസെടുത്തത്. എന്നിട്ട്
പിന്നെ എഡിറ്റർ പറഞ്ഞാൽ അന്ന് ഉടമസ്ഥൻ ആവിക് സർക്കാരിന് എഡിറ്റർ, മറ്റേ T2ൻ്റെ എഡിറ്റർ അവരെ. പക്ഷെ അവർ പിന്നെ അവർ കോടതിയിലൊക്കെ പോയി ജാമ്യം കിട്ടി. അപ്പം മമതാ ബാനർജിയും നമ്മളെ പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ നമുക്കിപ്പോഴും തെളിവൊന്നുമില്ല, ഒരു വലിയ സംശയമുണ്ട്, തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു ഈ ലഹളയുടെ പിന്നിൽ എന്നുള്ള വലിയൊരു സംശയം. നമുക്കിപ്പോഴും തെളിവൊന്നുമില്ല. സാധാരണഗതിയിൽ തൃണമൂൽ എൻ്റെ കൽക്കട്ടയുടെ, നമ്മുടെ കൽക്കട്ടയിലെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇത് നടന്ന 2005 ഭയങ്കര പവർഫുള്ളാണ് തൃണമൂൽ. അന്ന് CPM 2011 പരാജയം ശേഷം CPMൻ്റെ പൊടി പോലും അവിടെ ഇല്ല. അപ്പോൾ അന്ന് കൽക്കട്ടയിൽ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്ന തൃണമൂലിൻ്റെ അനുവാദം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൗനസമ്മതം ഇല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം അപ്പം ഇത് പക്ഷേ ഇതൊന്നും ഞാനത് മമതാ ബാനർജിയെയും എനിക്ക് തോന്നുന്നു വളരെ അൺഫെയർ ആയിട്ടും വളരെ നിശ്ചിതമായിട്ടും നമ്മൾ പത്രങ്ങളും അവിടുത്തെ പത്രം എന്ന് പറഞ്ഞാൽ ആനന്ദ ബസാറാണ് മെയിൻ പത്രം. ടെലിവിഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ടെലിവിഷൻ ചാനലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രം ടെലിഗ്രാഫ് ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ്സ്മാൻ, ഇവർ ജനറലി മാധ്യമങ്ങൾ മമതയ്ക്കെതിരാണ് അവിടെ. നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന പോലെ തന്നെ അതെന്തോ മമതയ്ക്കെതിരാണെങ്കിൽ സർക്കുലേഷൻ കൊടുത്തു. പക്ഷേ ഞാൻ ഇതിനോട് ഒരിക്കലും 2016 വരെയൊക്കെ പക്ഷേ അതിനുശേഷം ഈ നരേന്ദ്രമോദി എന്നുള്ളൊരു ഒരു വളരെ ഭയാനകമായ ഒരു ഭീകരമായ ഒരു അവസ്ഥ വന്നപ്പം ഇങ്ങനെ നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷൻ, അദ്ദേഹം വ്യക്തിയല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഭീകരമായ അവസ്ഥ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയതെന്ന് വളരെ വ്യക്തമായിട്ടുള്ളൂ. അതിനുശേഷം ഞാനങ്ങനെ മമതയെ ക്രിട്ടിസൈസ് ചെയ്തില്ല എന്നുള്ള സത്യമാണ്. കാര്യം എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അപകടം ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ ഇതാണെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള അതിൽ പലരും യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങളുടെ വായനക്കാർ പോലും യോജിക്കാറില്ല. പക്ഷേ അതിൽ ഞാൻ ബോധമല്ല നമുക്ക് ചെയ്യേണ്ട. എന്നെ ഏറ്റവും കൂടുതൽ ഇത് സാധാരണ സംഭവിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഞാൻ അധികം പുറത്തു പോകാറില്ല. എനിക്ക് ബംഗാളി മനസ്സിലാകും, സംസാരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഈ പറയുമ്പോൾ ജനങ്ങളുടെ ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഞാൻ ഓഫീസും വീടുമായിട്ട് ഞാൻ മിക്കവാറും ഓഫീസിൽ ഞാൻ കാണും. എപ്പോഴും മിക്കവാറും കഴിയുന്നതും ഒരു 10, 16, 17 മണിക്കൂറും അല്ലെങ്കിൽ 12 മണിക്കൂർ എന്തായാലും ഞാൻ ഓഫീസിൽ തന്നെ കാണും. അത് പത്രം അവസാനം ഇറക്കിയിട്ട് ഇറങ്ങുള്ളൂ. ഞാൻ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഈ എഡിറ്റ് മീറ്റിംഗ് സമയത്ത് ആളുകളുടെ റിയാക്ഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് അവർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഒരു ദിവസം പാലക്കാട്ടൊരു BJPയുടെ ഒരു ബന്ധമുണ്ടായിരുന്നു. വേണ്ട എല്ലായിടത്തും ബന്ധമുണ്ടായിരുന്നെങ്കിൽ പാലക്കാട്ടാണ് കൂടുതൽ. അന്ന് കുറച്ച് അക്രമസക്തമായിട്ട് ചെറുപ്പക്കാർ കയ്യിൽ ചുടുകട്ടൊക്കെ എടുത്ത് പോലീസിനെ അറിയുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം ഞാനത് അറിയുന്നില്ല, ഞാൻ ന്യൂസ് റൂമിൽ എൻ്റെ മുറി ഇരിക്കുമ്പോൾ ആരോ ഒരു ശുഭ്ര എന്ന് പറഞ്ഞ ശുഭ്ര സാഹ എന്നൊരു സീനിയർ ജേർണലിസ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു കശ്മീരിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ്, ഒരുപാട് നല്ല ഫോട്ടോസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് തൊട്ട് മുമ്പ് കശ്മീരിലെ കുറച്ച് മുസാഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുസാഫറോട് സംസാരിക്കും. വേറെ എന്തോ കാര്യത്തിൽ ഞാൻ വിളിച്ചിരുന്നു മുസാഫറിനെ. ഞാൻ വളരെ അപൂർവമായിട്ട് കറസ്പോണ്ട് നേരിട്ട് സംസാരിക്കുകയുള്ളൂ. അതിന് ഡൽഹി എഡിറ്ററാണ് എനിക്കറിയാം. എന്തോ കാര്യത്തിൽ വിളിച്ചപ്പോൾ അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ കശ്മീർ മുസാഫറൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ വെളിയിറങ്ങി നോക്കിയപ്പം നമുക്ക് കണ്ട കശ്മീരാണെന്ന് തോന്നും. ഈ ചുടുകെട്ട് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് പാലക്കാട്ട് ജംഗ്ഷനിൽ പോലീസിനെ എറിയാണ് മാൻ. അപ്പോൾ ഇത് കണ്ടപ്പം എൻ്റെ മനസ്സിൽ ഇത് കണ്ട ശരി ആ ശുഭ്ര എന്ന് പറഞ്ഞാൽ പാലക്കാട് വന്നിട്ടില്ല, കേരളം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു. പക്ഷേ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ഓവർ ഹിയർ ചെയ്തു. അപ്പോൾ അന്ന് ഞങ്ങളുടെ മെയിൻ ചിത്രം വളരെ വലിയൊരു ഈ ചിത്രത്തിനെ വേണ്ടിയിട്ട് ഞങ്ങൾ മോളിൽ എഴുതി കശ്മീരിലാണ് നടന്നതെങ്കിൽ ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ വെടിവെക്കും, കേരളത്തിൽ ഇവരെ ഭക്തരെന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അത് ഭയങ്കര വിവാദമായി. കൽക്കട്ടയിലെ മലയാളി സമാജം ഞങ്ങൾക്കതിരെ പ്രമേയം പാസ്സാക്കുകയും പാസ്സാക്കുകയല്ല മലയാളി സമാജം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ. എൻ്റെ വൈഫ് മെമ്പറാണ്, ഞാനതിന് ആക്റ്റീവല്ല, ഞാൻ അവരെ വിളിച്ചാൽ പോകും. അപ്പോൾ വൈഫിനെ കിട്ടി ടെലിഗ്രാഫ് പത്രം വായിക്കരുത്, ഭക്തവിരുദ്ധ പത്രമാണ്, അത് തുടരുത്, അപ്പോൾ അവന്മാരെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. അപ്പം ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇങ്ങനെയാണ് പലപ്പോഴും പല ഹെഡ്ലൈൻസ് മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താണെന്ന് കാണുമ്പോൾ. അതുപോലെ ഈ അയോധ്യ പള്ളി പൊളിച്ച കേസ് എല്ലാവരും വെറുതെ വിട്ടില്ലേ, എല്ലാവരും വെറുതെ വിട്ടു. അതിനു മുമ്പായിരുന്നു, അതിനൊരു 6 മാസം മുമ്പാണ് ഈ സ്ഥലം സുപ്രീം കോടതി ഹിന്ദുക്കൾക്ക് കൊടുത്തത്. അതിനുശേഷം ഒരു 4-5 മാസം ലക്നൗ കോടതി എല്ലാവരും അദ്വാനി ഉൾപ്പെടെ 22 പേരെ കണ്ടായിരുന്നു, 32 എല്ലാവരും വെറുതെ വിട്ടു, ആരും ശിക്ഷിച്ചില്ല, പള്ളി പൊളിച്ചവരെ. അപ്പോൾ ഈ വാർത്ത വന്ന സമയത്ത് ഞാൻ ഇതുപോലെ തിരിക്കുമ്പോൾ കുറച്ചൊരു നമുക്ക് ഈ മോദി ഭക്തി എന്നൊക്കെ പറയാം. അദ്ദേഹം കമ്മ്യൂണലല്ല, BJP അല്ല, പക്ഷേ മോദിയെ വളരെ അഡ്മയർ ചെയ്യുന്ന ഞാനൊരു സഹപ്രവർത്തകൻ, ഒരു കൊളീഗ്, ജേർണലിസ്റ്റാണ്. അതേപോലെ ഷോക്കിംഗ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും വെറുതെ വിട്ടത്.
ഞാൻ പറഞ്ഞു എന്തോ ഇതിനകത്ത് ഷോക്കിങ്, വാട്ട് എൽസ് ഡു എക്സ്പെക്ട്, ഇന്നത്തെ ഇന്ത്യയിൽ വാട്ട് എൽസ് ഡു എക്സ്പെക്ട് എന്ന്. അത് എന്നോട് ഷോക്കിങ്. കാര്യം എല്ലാവരും കണ്ടല്ലേ അവിടെ ആര് എന്താ അദ്വാനി എവിടെ നിന്നൊന്നും, ഉമാഭാരതി എവിടെ ആയിരുന്നു എന്നും, മറ്റേ സാദി എഴുത്തുമ്പോൾ എവിടെ, എല്ലാ വളരെ റിപ്പോർട്ടേഴ്സ് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. എന്നിട്ടും വെറുതെ വിട്ടു എന്നുള്ളത്. അപ്പോൾ ഇയാൾ ഈ ഷോക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഞങ്ങളുടെ ഹെഡ്ലൈൻ, ഇഫ് യു തോട്ട് ദാറ്റ് ദിസ് ഷോക്കിംഗ് ദിസ് ഈസ് വാട്ട് യു ആർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കഴുതയുടെ വലിയൊരു ഫോട്ടോ, കഴുതയുടെ ഫോട്ടോ ആണ് ഞങ്ങളിത് മെയിനായിട്ട് ഇട്ടിട്ട്, ഈ ഇന്നലത്തെ വിധിയെ നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് അതിൽ കൂടുതൽ പറയണമെങ്കിൽ കോടതിയിൽ, നമ്മൾ കോടതിയെ കുറ്റമൊന്നും പറയില്ല, നമ്മൾ ആളുകളെയാണ് കുറ്റം, കോടതിയൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ റിയാക്ഷനിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കപട റിയാക്ഷനുകളോ മറ്റുള്ളവരുടെ ജെന്യുവനായിട്ടുള്ള ഈ രണ്ടും നമുക്ക് ഐഡിയാസ് തരും എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ ഹർഷിത കല്യാൺ എന്ന് പറഞ്ഞ അവർ പഞ്ചാബിൽ നിന്ന് വന്ന ഒരാൾ. അവർ വളരെ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ജേർണലിസ്റ്റാണ്. എന്നെക്കാട്ടി ഞാനൊന്നും അത്ര രാഷ്ട്രീയത്തിലൊന്നും വലിയ നമുക്ക് ഇതില്ല, നമ്മളിന്ന് പൊതുവെ പിന്നെ കേരളത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടുള്ള ആ ഒരു ഇതുള്ള, അല്ല ഫോമലായിട്ട് എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അധികം ഇത് ഹർഷിത അങ്ങനെയല്ല, ഇറ്റ് വെരി പൊളിറ്റിക്കൽ, വെരി ഇൻ്റർപ്രറ്റീവ്. ഇപ്പോൾ അവർ എൻ്റെ മിക്ക പേജുകളുടെയും ഫുൾ ക്രെഡിറ്റ് ശരിക്കും അവർക്കാണ് എന്നെക്കാട്ടി കിട്ടേണ്ടത് ശരിക്കും. പിന്നെ ഞാൻ എഡിറ്റർ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഗുണം കിട്ടും. അല്ല, ആ കോളം ഞാനിങ്ങനെ പൊതുവേ ഈ കോളത്തും ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മറ്റ് അല്ല എൻ്റെ പത്രമോ അല്ല മറ്റു പത്രങ്ങളും കൂടുതൽ ശ്രദ്ധിക്കാത്ത കാര്യം അത് ഈ കോളത്തിനെതിരെയുള്ള ചില, ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ BRP ഭാസ്കറിനെ കുറിച്ചാണ് എഴുതിയത്. അപ്പോൾ പക്ഷേ 2-3 എനിക്ക് മെസ്സേജ്, കൽക്കട്ടയുള്ള മലയാളി, ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ കൽക്കട്ടയിലെ ആ ഡോക്ടർ മരിച്ച സംഭവം, ഡോക്ടറെ ഇത് ആക്രമിച്ച് റേപ്പ് ചെയ്ത് ഇതിനെക്കുറിച്ച് എഴുതും. പക്ഷേ ഞാനത് കോൺഷ്യസ് ആയിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് എഴുതുന്നുണ്ട്, ടെലിഗ്രാഫും കവർ ചെയ്യുന്നുണ്ട്, മറ്റ് പത്രങ്ങൾ എല്ലാവരും കവർ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ സംസാരിക്കാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ BRP ഭാസ്കറിനെ കുറിച്ച് വെറുതെ എനിക്ക് BRP ഭാസ്കറിനെ പരിചയമില്ല, പക്ഷേ BRP ഭാസ്കരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ജേർണലിസ്റ്റിൽ അപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്നുള്ള അങ്ങനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറയാൻ, പിന്നെ രണ്ടാമത് ഞാൻ രണ്ട് പാർട്ടായിട്ട് മുസ്ലിങ്ങൾ അവരെന്തിനെക്കുറിച്ചൊക്കെയാണ് വ്യാകുലപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ ഇത്, അതും ഞാനൊരു മുസ്ലിം അല്ലാത്ത ഒരാളുമായിട്ടുള്ള സംഭാഷണം എന്ന രീതിയിൽ ഞാൻ പലയിടത്തും സഞ്ചരിച്ച് പലരെയും കണ്ട് ഇൻ്റർവ്യൂ കൂടെ ഇരുന്ന് ചില ആളുകളിലൂടെ മണിക്കൂറുകളും ചിലവഴിച്ച് അങ്ങനെ അവരുടെ തോട്ട്സ്. അപ്പോൾ അതും നമ്മൾ മുഖ്യധാര മാധ്യമം ഇതൊക്കെ പണ്ട് നടക്കുന്നതാണ്, കാണുന്നില്ല കാര്യങ്ങൾ. പിന്നെ ഞാൻ അനഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അയാൾ വളരെ നമ്മുടെ കേരളത്തിലുള്ള ഒരാളാണ്, ഒരു PhD സ്കോളറാണ്, ഗാന്ധി. അദ്ദേഹത്തെ ഞാൻ ഈ എന്ന് പറഞ്ഞ ഫെസ്റ്റിവലിൽ അദ്ദേഹം സംസാരിക്കുക കണ്ടപ്പം വളരെ ഇത്രയും വ്യക്തമായിട്ടും കാര്യങ്ങൾ പറയുന്ന, അത് നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ചെറുപ്പക്കാർ, അവർക്ക് അരാഷ്ട്രീയമാണ്, അവർക്കൊന്നും താല്പര്യമില്ല, അവർ വായിക്കില്ല, അവർക്ക് ഒന്നിനും ഒപ്പീനിയനില്ല. പക്ഷേ ഈ അനഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അന്ന് അവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ അനഖും പിന്നെ ഒരു ഒരു ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ വലിയൊരു സക്സസ്ഫുൾ ഈ കരിയർ ഗൈഡൻസ് അപ്പോൾ ഈ മറ്റ് രണ്ടുപേരും ഒരു 40-45 വയസ്സിൽ കൂടി, അനഖ് ഒരു ഏർലി 20s ഈ മറ്റേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യർ അവർ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. അതേസമയം അനക്ക് പറയുന്ന വളരെ ക്ലാരിറ്റിയും വളരെ വ്യക്തവും അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഞാൻ പിന്നെ അനക്കിനെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തൃശ്ശൂരാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിനെ കുറിച്ചൊരു കോളം എഴുതി. അപ്പം മറ്റ് മുഖ്യധാരയിൽ പലരും കൈകാര്യം ചെയ്യാൻ ഒന്നെങ്കിൽ വിമുഖം, അല്ലെങ്കിൽ ഇതൊന്നും പോപ്പുലർ, ഈ സബ്ജക്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഇതൊക്കെ വായിക്കുന്നുള്ളൂ. ഇത് വലിയ പോപ്പുലറായിട്ട്, പ്രത്യേകിച്ച് കൽക്കട്ട പോലുള്ള. പക്ഷേ ഞാൻ എൻ്റെ ജേർണലിസം എപ്പോഴും ഞാൻ ഒരിക്കലും ഒരു ജോഗ്രാഫിക് ലിമിറ്റ്, നമ്മൾ കൽക്കട്ടയിലായിരുന്നതുകൊണ്ട് മാത്രം മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് എഴുതാൻ പാടില്ല എന്നൊരു ഇത് എനിക്കില്ല. അപ്പോൾ എനിക്ക് മലയാള പത്രങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം അതാണ്. എന്തുകൊണ്ടോ ഇപ്പോൾ അർജുൻ എന്ന് പറഞ്ഞൊരു യുവാവ് വളരെ ദാരുണമായ രീതിയിൽ, ശരിയാണ് അത് വളരെ, പക്ഷേ അത് മലയാളി ആയതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ മലയാളികൾക്കല്ലാതെ എത്രയോ പേർക്ക് എന്തെല്ലാം സംഭവിക്കുന്നു, ആ കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ബോധമല്ലാത്ത പോലെ. ഇപ്പോൾ ഹരിയാനയിലെ 2 ചെറുപ്പക്കാരെ ഒരു ലിഞ്ച് ആൾക്കൂട്ടം കൊലപാതകം 2 പേര് നടത്തും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മലയാളം മാധ്യമങ്ങൾ അത് എന്തുകൊണ്ട് നമ്മുടെ റീഡർഷിപ്പ് മലയാളികൾ മാത്രമാണെന്ന്. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ബംഗാളിൽ ഞാൻ ഇരുന്നപ്പോൾ ഇവിടുത്തെ പ്രളയം നടന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട് പേജിൽ അത് പറഞ്ഞ അന്ന് വളരെ അത് ഹർഷിതയാണ് ശരിക്കും ആ തീരുമാനം എടുത്തത്, ഞാനല്ല. ഞാൻ എടുത്തെങ്കിൽ കോൺഫ്ലിക്റ്റ്, കാര്യം ഞാനൊരു മലയാളിയും കൂടെ ആയതുകൊണ്ട്. പ്രളയം നടന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വൈകുന്നേരം ഉണ്ടാകുമായിരുന്നു.
അപ്പോൾ അന്ന് അവിടെ ഞങ്ങൾ വാർത്ത എല്ലാ പത്രങ്ങളും ക്യാരി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഭയങ്കര വളരെ നമ്മൾ ഭയപ്പെട്ടു പോയ ദിവസങ്ങളല്ലേ അത്, എന്തും സംഭവിക്കാന്നുള്ളത് നമുക്കറിയില്ല. ആദ്യത്തെ 2 ദിവസങ്ങളിൽ മധ്യതിരുവിതാംകൂർ മുഴുവൻ ഒഴുകിപ്പോയി എന്നൊക്കെ ഉള്ള ഇതില്ല. അപ്പോൾ ആ സമയത്ത് സ്റ്റോറി ഞങ്ങളൊരു ഫ്രണ്ട് പേജ് മെയിൻ സ്റ്റോറി ഏകദേശം ഹാഫ് പേജ് അത്ര സ്റ്റോറി, വളരെ സ്റ്റോറിയായിട്ട് ഒരു മുഖ്യമന്ത്രി ആയാലും ഇങ്ങനെ ആയിരിക്കണം. അത് നമ്മൾ CM എന്ന് എഴുതിയിട്ട് ക്രൈസിസ് മാനേജർ എന്നാണ്. നമ്മൾ ചീഫ് മിനിസ്റ്റർ CM എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ, നമ്മൾ CM ക്രൈസിസ്, C ഫോർ ക്രൈസിസ്, M ഫോർ മാനേജർ എന്ന രീതിയിൽ വലിയ തലക്കെട്ടോടുകൂടി. എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് പുറത്തുള്ള ഒരു പത്രവും ഫ്രണ്ട് പേജിൽ ഇത്രയും സ്പേസ് അതിന് ശേഷമോ അതിന് മുമ്പോ കൊടുത്തിട്ടുണ്ട്. അത് കാര്യം വയനാട്ടിലൊക്കെ വന്നപ്പോൾ വാർത്ത കൊടുത്തു കാണും, വലിയ രീതിയിൽ വാർത്ത. പക്ഷേ ഒരു വലിയൊരു പേജിൻ്റെ ഏകദേശം 1/4 ഭാഗത്ത്, അര പേജ് മാത്രമല്ല 1/4 ഭാഗത്തുള്ള വലിയൊരു വാർത്ത. അതും ഇദ്ദേഹം എങ്ങനെയാണ് ഒരു പാഠവും കാണിച്ചത് എന്നുള്ളത്, പിണറായി വിജയനെ കാണിച്ചു എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസവും പിന്നീട് ആളുടെ അടുത്ത് പക്ഷേ ഞാൻ ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജോഗ്രഫി കൊണ്ടോ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമുക്കൊരു സ്റ്റോറി ചെയ്യേണ്ട രീതിയിൽ മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് കോളവും ഞാൻ ശ്രമിക്കുന്നത് അതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതൊരു ഈ തലക്കെട്ട് പോലെ ആരും ശ്രദ്ധിക്കില്ല. കാര്യം പിടിച്ചു നിൽക്കുന്ന ഇതൊക്കെ വളരെ നീണ്ട, അതൊക്കെ അത്ര പേര് വായിക്കുന്നോളും ഈ കോളമൊന്നും ആരും വായിക്കാറില്ലെന്നാണ് എൻ്റെ ബലമായ സംശയം. തലക്കെട്ട് അങ്ങനെയല്ല, നമുക്ക് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും. പിന്നെ മിക്കവാറും തലക്കെട്ടുകളിലെ പ്രത്യേകത ആരെങ്കിലുമൊക്കെ ആളുകൾക്ക് പരിഹസിക്കുന്നതാണ് ഇഷ്ടം. ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന പറയുന്ന തലക്കെട്ടുകളൊന്നും അത്ര ഈ ക്രൈസിസ് മാനേജർ എനിക്കറിയില്ല എത്ര പേർക്ക് മലയാളികൾ കണ്ടിട്ടുള്ളത്. അതേസമയം നമ്മുടെ മുതലയും മറ്റു കാര്യങ്ങളൊക്കെ വലുതായിട്ട് പരിഹാസമാണ് എനിക്ക് കൂടുതൽ ചിലവാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, വേറെ ആരും ചെയ്യാത്തതുകൊണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയ, പ്രത്യേകിച്ച് 2014 ശേഷമുള്ള ഈ 8 വർഷത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ നിരാശപ്പെടുത്തിയത് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ. അത് മാത്രമല്ല, ഈ ജനുവരിയൊക്കെ ഇലക്ഷന് മുമ്പ് ഒട്ടും പ്രതീക്ഷയില്ലാതായിരുന്നു ആ സമയത്ത്. പക്ഷേ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ഇപ്പോഴും പഠനം നടന്നിട്ടില്ല. പെട്ടെന്നൊരു 6-7 മാസം, ഒരു ഒക്ടോബറോ 2023 മിഡിലായപ്പോഴേക്കും ഹിന്ദി യൂട്യൂബേഴ്സ്, ഹിന്ദി സോഷ്യൽ മീഡിയ വളരെ വിപുലമായ രീതിയിൽ അവർ നരേന്ദ്രമോദിയെ ഉയർന്നു വരികയും നരേന്ദ്രമോദി ഭരണകൂടത്തിൽ വളരെ നിശ്ചിതമായി വിമർശിക്കാനും അതൊരു വല്ലാത്ത അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് ഞാൻ പലരെയും UP-യിൽ, ഞാൻ ഉത്തർപ്രദേശിൽ നിന്ന് അജിത് തഞ്ചും അദ്ദേഹത്തെ ഞാൻ റായ്ബറേലിയിൽ അമേത്തിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. ഞാൻ കുറേ സംസാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു ചെറിയ 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നൊരു സ്റ്റോറി അല്ല അത്. ഒരുപാട് റിപ്പോർട്ടേഴ്സ് പല സ്ഥലങ്ങളിലും പോയി ഇവരുമായിട്ടൊക്കെ ഇരുന്ന് ഇതെങ്ങനെ അവർക്ക് ഈ ധൈര്യം കിട്ടി, ഇത് അപാര ധൈര്യമാണ് അവരുടെ. കാരണം എനിക്ക് എളുപ്പമാണ്, ഞാൻ കൽക്കട്ട ഇരുന്നാണ് ചെയ്യുന്നത്, എനിക്ക് വലിയ അപകടമൊന്നും വരാൻ പോകില്ല. അല്ലെങ്കിൽ മമതാ ബാനർജിയാണ്, അവിടെ ഒരു BJP ഗവൺമെൻറ് അല്ല, ഇടതുപക്ഷമോ, കേരളത്തിലിരുന്നും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ഉത്തർപ്രദേശിലിരുന്ന് യോഗി ആദിത്യനാഥ് ഇതുപോലെ കളിയാക്കാൻ എനിക്ക് ധൈര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കളിയാക്കാനുള്ള ധൈര്യം എനിക്കുണ്ടോ, എനിക്കില്ല എന്നാണ് ഇല്ലാമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ചെറുപ്പക്കാർ അവരുടെ ജീവൻ വെച്ചുള്ള കളിയാണിത്, അവർ ചെയ്യുന്ന സ്റ്റോറീസും ഈ യൂട്യൂബേഴ്സ്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇവരുടെ പേര് പോലും പറയാൻ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കേട്ട് ഇനി വല്ലവരും റിപ്പോർട്ട് ചെയ്ത് അവരെ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലായി, അത്ര മനോഹരമായ രീതിയിൽ. അപ്പം ഹോപ്പ് തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് നമ്മുടെ ഹോപ്പ്. അത് മാത്രമല്ല, ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ഒരു മലയാളി, ധന്യ രാജേന്ദ്രൻ, അവർ ജേർണലിസ്റ്റിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കൊളാബറേഷൻ ഒട്ടുമില്ല. കൊളാബറേഷൻ നമ്മുടെ പത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി എന്നുള്ള അതൊരു ഭ്രമം വരുത്തുകയാണ് അവർ ശരിക്കും തമ്മിൽ. കാര്യം വില കൂട്ടുമ്പോൾ എല്ലാ പത്രങ്ങളും ഒരുമിച്ചാണ് വില കൂട്ടുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു പത്രവും സ്വയം വില കൂട്ടാറില്ല. ഇപ്പോൾ ഇന്നൊരു പത്രം കൂട്ടി 2 ദിവസത്തിനകം മറ്റു പത്രവും കൂട്ടും, എപ്പോഴും അവർ ഒരുമിച്ചാണ് വില കൂട്ടുന്നത്. പക്ഷേ അല്ലാത്തപ്പോൾ അവർ പറയുന്നത് കീരിമ്പാമ്പ് പോലെയാണ്. ഈ പത്രത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തമ്മിൽ കീരിമ്പം പോലും. പക്ഷേ മുതലാളികൾ തമ്മിൽ ഒരിക്കലും അങ്ങനെയല്ല, അവരൊക്കെ എല്ലാവരും സുഹൃത്തുക്കളാണ്. എന്നാൽ അവർ കൊളാബറേറ്റ് ചെയ്യുമില്ല. കാര്യം ഇപ്പോൾ പറയുന്നത് പ്രിന്റ് മീഡിയ ക്ഷീണത്തിലാണ്, അല്ലെങ്കിൽ മാധ്യമ രംഗം ക്ഷീണത്തിലാണ്. അതുകൊണ്ടാണ് കൊളാബറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇപ്പോൾ ഒരു പത്രത്തിന് തനിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ റിസോഴ്സസ് പൂൾ ചെയ്തിട്ട് എല്ലാവരും കൂടി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നില്ല അവർ. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും നമ്മുടെ ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ചുള്ള ഒരു പണിയും ചെയ്യാതെ സുപ്രീം കോർട്ട് SBI കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഡേറ്റ നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. എന്നിട്ട് പോലും നമ്മൾ നോക്കി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടി 1-2 ദിവസം റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ മടക്കി വെച്ചത്. അതുകൊണ്ട് ആ ഡേറ്റ അതിങ്ങനെ ഇരിക്കുക, അതിൽ നിന്ന് 100 കണക്കിന് സ്റ്റോറി ചെയ്യാം. ഈ സ്റ്റോറി അത് ചെയ്യണമെങ്കിൽ പക്ഷേ നമുക്ക് ആൾ വേണം, അത് ഡേറ്റ മെയിൻ ചെയ്ത് അതിന് അറിവുള്ള ആൾ വേണം. അപ്പം ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും സ്ക്രോൾ, ഇവർ മൂന്നരും കൂടെ, ഈ മൂന്നും ഓൺലൈനിലാണ്, അവർ മൂന്നിനും കൂടെ അങ്ങോട്ട് അവരുടെ റിപ്പോർട്ടേഴ്സിനെല്ലാം ഷെയർ ചെയ്ത്, എഡിറ്റേഴ്സിനെയൊക്കെ ഷെയർ ചെയ്ത് അവരെല്ലാം കൂടെ വളരെ മനോഹരം എത്രയോ സ്റ്റോറികൾ അവർ ചെയ്തു. അപ്പം
ഇതെല്ലാം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഉത്തർപ്രദേശ് കേരളത്തിനെക്കാട്ടി നല്ല റിസൾട്ടാണ് ഉത്തർപ്രദേശ് റിസൾട്ട്, ഇലക്ഷൻ റിസൾട്ട്. ഇതൊക്കെ കൊണ്ടാണെന്ന് നമുക്കറിയില്ല. നമുക്ക് അത് ശരി വളരെ സീരിയസ് ആയിട്ടുള്ള പഠനം നടത്താൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഹോപ്പ് തരുന്ന കാര്യം തന്നെയാണ്. അല്ല, ചലഞ്ചാണെന്ന് ചലഞ്ചെന്നല്ല, മുഖ്യധാര മാധ്യമം ചലഞ്ചായിട്ട് കാണാം. അവർ മുഖം തിരിച്ച് നിൽക്കുകയാണ്, അവർ കാണാൻ തയ്യാറാകുന്നില്ല കണ്ണു തുറന്ന്. അവർക്ക് ചലഞ്ചെന്നല്ല, അവർക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഇതാണ്. അവർ ഈവൻറ്റ്സ് നടക്കുക, അവാർഡ് സെറിമണി നടത്തുക, അതിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള പരസ്യം, അതെല്ലാം മതി, ഉള്ളത് മതി എന്നുള്ളൊരു തോന്നൽ. ചലഞ്ചായിട്ട് അവർ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അവരത് ചലഞ്ചായിട്ട് ഇടുക. അവർക്ക് പുച്ഛമല്ല എല്ലാവരും മറ്റു കാര്യങ്ങളെല്ലാം. ഞാൻ എൻ്റെ ശരിക്കും സ്വദേശം പേയാട് എന്ന് പറഞ്ഞ സ്ഥലം, തിരുവനന്തപുരത്ത് പേയാട് ആണ്. എൻ്റെ അച്ഛൻ മഹാത്മാഗാന്ധി കോളേജ് ദീർഘകാലം എക്കണോമിക്സ് പ്രൊഫസറായിരുന്നു. എൻ്റെ അമ്മ SBIയിൽ, അച്ഛൻ പ്രൊഫസർ രാമദാസ്, അമ്മ വത്സല മേനോൻ. തൃശ്ശൂരാണ്. ഇപ്പം എനിക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ സെക്കൻഡറാബാദിലായിരുന്നു, ഇത് സോഫ്റ്റ്വെയർ ഇതിലാണ്, രാധാകൃഷ്ണൻ. പിന്നെ എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ബീന, സ്കൂളിൽ അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ കൂടെ പഠിച്ച മിനി എലിസബത്ത് നൈനാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യം, എന്നെ പൂർണ്ണമായിട്ടും ജേർണലിസം ചെയ്യാൻ വേണ്ടി കയറൂരി വിട്ടിരിക്കുക എന്ന് പറയും പോലെ പൂർണ്ണമായി അദ്ദേഹം വീടും ബാക്കി കുട്ടികളുടെ കാര്യമൊക്കെ അദ്ദേഹമാണ് പൂർണ്ണമായിട്ട്. അത് ശരിയാണ്, ഒരിക്കൽ പിന്തിരിപ്പൻ നയമാണെന്ന് പറയാം. പക്ഷേ അത് കാരണം കൊണ്ടാണ് എനിക്ക് പൂർണ്ണമായിട്ടും ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്. മിനി എലിസബത്താണ് എൻ്റെ ഭാര്യ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മകള് ബുൾബുൾ രാജഗോപാൽ കാലിഫോർണിയയിലെ ഒരു പത്രത്തിൽ റിപ്പോർട്ടറാണ്. എൻ്റെ മകൻ മോഹൻ രാജഗോപാൽ, അദ്ദേഹം എക്കണോമിക്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു റിസർച്ച് സ്കോളറായിട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാണ്.